السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. وما زلنا نقرأ الدرس. أي درس كنا نقرأ؟ أنسيتم؟ أي درس يا إخوان والأخوات؟ أين ذهبتم؟ موجودين؟ هل أنتم موجودين؟ ألا تسمعون؟ കേൾക്കുന്നുണ്ടോ? അബ്ദുറഹ്മാൻ, അലി, ഫരീദ് എല്ലാം കേൾക്കുന്നുണ്ടോ? نعم. കേൾക്കുന്നുണ്ട്. പക്ഷേ വലൗ സമീഉ മസ്തജാബു എന്ന് പറഞ്ഞ പോലെയാണോ? മൂട്ടാർന്നു. വലൗ സമീഉ മസ്തജാബു എന്ന് പറഞ്ഞില്ലേ? ഇനി അതാ കേട്ടാൽ തന്നെയും ഉത്തരം നൽകില്ല. طيب أي درس كنا نقرأ؟ الدرس التاسع صفحة كنا صفحة رقم ما قرأنا تمرين تاسع. ما قرأنا تمرين التاسع، وقرأنا تمرين الثامن. ثامن complete. أكملنا നമ്മൾ പഠിച്ചാണല്ലോ. നമ്മൾ എപ്പോഴും പറയും, വാത് പറയും, വാല്യോ അക്മൽതു ലക്കും ദീനക്കും. അപ്പൊ ഇതിന് കിട്ടാത്തത് അറബിയിൽ കിട്ടാത്തത് ഖുറാനിൽ പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ വായിച്ചു നോക്കിയാൽ കിട്ടും. أكملنا الدرس الثامن. أكملنا الدرس الثامن. نعم. ثم ماذا قرأنا؟ قرأنا البحار. البحار صح؟ ما قرأنا تاسع؟ البحار. هل قرأتم في القرآن الله خير؟ الآن وقد عصيت قبل؟ വായിച്ചായിരുന്നോ? ഖുർആനിൽ നോക്കാൻ പറഞ്ഞു ഫിറോന്റെ സംഭവം. الآن ഓക്കെ. അപ്പം ഇതൊന്ന് വായിക്കും. ഒന്നാമത്തെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചായിരുന്നു.
അൽ ബിഹാറു. അൽ ബിഹാറുവിന്റെ കൂടെ അൽ ബിഹാറിന്റെ കൂടെ ഹംസത്തുൽ ഇസ്തിഫാം ചേർത്താൽ എന്താവും? ആൽ ബിഹാറു ആൽ ബിഹാറു. ആൽ ബിഹാറു ജമൽ ബഹർ. അതാണ് കുട്ടി ചോദിച്ചത്. ആൽ ബിഹാറു ജമൽ ബഹർ. ബഹറിന്റെ ജമ്മാണോ ബിഹാർ എന്നത് ചോദിച്ചു. അപ്പൊ അൽ ആന ഖറജിത്ത എന്നുള്ളത് എങ്ങനെ വായിക്കാം? അതേപോലെ ആണെങ്കിൽ ആൽ ആന ഖറജത്ത. ആൽ ആന ഖറജിത്ത. അപ്പൊ ഖുറാനിൽ പറയുന്ന പോലെ 5-6 ഹർക്കത്ത് നീട്ടണം നിർബന്ധമില്ല കേട്ടാ. ഖുറാനിൽ 6 ഹർക്കത്ത് നീട്ടണം അവിടെ. ആൽ ആന. ഇവിടെ വാജിബ് ഇവിടെ അറബി ഭാഷ പറയുമ്പോഴത്തേക്ക് അത് ഇതുപോലെയല്ല. ആൽ ആൻ. ആൽ ആൻ ചോദിച്ചാൽ മതി. ഈ ചോദ്യത്തിന് എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടെങ്കിൽ ആൽ ആൻ എന്ന് ഉറപ്പിച്ച് ചോദിച്ചോളൂ. രണ്ട് സ്ഥലത്തും അങ്ങനെയുണ്ട് ആൽ ആന ഖുറാനിൽ. ആൽ ആന ഒരാള് ഒരാള് അൽ ആന ഖറജത്ത എന്ന് പറഞ്ഞാലോ ശരിയാവോ? എങ്ങനെ? ഒരാള് അൽ ആന ഖറജത്ത എന്ന് പറഞ്ഞാല് തെറ്റെന്ന് പറയാൻ പറ്റും. നമ്മള് മലയാളത്തിൽ എന്തെല്ലാം തെറ്റുകൾ പറയുന്നു. ഞാൻ ഇന്നലെ ഒരു പോസ്റ്റർ കണ്ടു. ആ പോസ്റ്റർ കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്ററാണ്. എന്ന് മാത്രമല്ല ഒരു ടൈറ്റിലായിട്ട് സ്വീകരിച്ചിരിക്കുക, ഒരു മുദ്രാവാക്യം അതിൽ സ്വീകരിച്ചിരിക്കുക. ആ മുദ്രാവാക്യം ഒരു പ്രധാന മുദ്രാവാക്യം, ആ പ്രോഗ്രാമിന്റെ പ്രധാന മുദ്രാവാക്യം അതാണ്. അതിലെന്താണ് തെറ്റുണ്ട്? അക്ഷരത്തെറ്റ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒട്ടിച്ചു വെച്ചിരിക്കുക പോസ്റ്റർ. എന്ന് പറഞ്ഞ പോലെ അങ്ങനെ തെറ്റിച്ച് പറയുന്നവരുണ്ടാകാം. മലയാളത്തിൽ അങ്ങനെ ഒരുപാട് വാക്കുകൾ പറയുന്നുണ്ട്. ഇംഗ്ലീഷുകാർ തെറ്റിച്ച് പറയുന്നുണ്ട്. ഇംഗ്ലീഷുകാരന് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഒക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് അല്ല സെമിക്കോൺ, അയാൾ കോമ ഇടുന്നിടത്ത് സെമിക്കോൺ അല്ല, അയാൾ എന്ത് ചെയ്യും? ഫുൾ സ്റ്റോപ്പ് ഇടുന്നിടത്ത് കോമ ഇടും. ഫുൾ സ്റ്റോപ്പ് ഇടുന്നിടത്ത് അയാൾ കോമ ഇടും. സെമിക്കോൺ ഇടുന്നിടത്ത് അയാൾ കോമ ഇടും. കോമ ഇടുന്നിടത്ത് ഒന്നും ഇടില്ല. ഇങ്ങനെയാണ് അയാൾ ഇടുന്നത്. നിങ്ങളുടെ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ഒറ്റ സെന്റൻസ് ആയി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഫുൾ സ്റ്റോപ്പ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് കൊടുത്തു, കോമ കോമ ഇട്ട് കൊടുത്തു. അപ്പൊ അയാള് കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളെ മാനേജർ, വേറൊരു മാനേജറിന്റെ അടുത്ത് ഇതുവരെ ചോദിച്ചു, പേപ്പർ എന്റെ ഫ്രണ്ട് ഇരുന്നപ്പോ നീ ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന അയാൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഇയാൾ അതേപോലെ തന്നെ മറ്റേ ആൾക്ക് എന്ന് പറഞ്ഞു. 2 വെള്ളക്കാരൻ്റെ പോലെ എനിക്ക് പാര വെച്ചു. ആ വെള്ളക്കാരൻ ഞാൻ തിരിച്ചു വന്നിട്ട് എന്നെ ചോദിക്കുക, നീ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാമെന്ന്. നമ്മളെന്താ പറയും? ഞാൻ പതുക്കെ പിന്നീട് ആ ഫയലൊക്കെ ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കറക്റ്റ് ചെയ്ത് കൊടുത്ത് ആ ഫയലൊക്കെ എടുത്ത് നോക്കിയപ്പോ ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരുന്നതൊക്കെ അയാൾ എന്ത് ചെയ്യും? അടിയിലൊരു കോമകൾ ഇട്ട് കൊടുക്കും. അയാൾക്ക് ഫുൾ സ്റ്റോപ്പ് വേണ്ട, അടിയിലൊരു കോമകൾ ഇട്ട് എന്തായി? സെമിക്കോളനാവും. നമ്മൾ 10ാം ക്ലാസ്സിൽ പങ്ക്ച്വേറ്റ് ദ ഫോളോയിങ് ഒക്കെ പഠിച്ചിട്ടാ പോകുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാകാം. പക്ഷെ പ്രോപ്പർ റീഡിങ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പ്രോപ്പർ റീഡിങ് എന്ന് പറയുന്നത് ആൽ ആൻ. അങ്ങനെ ഞാൻ പഠിച്ചിരുന്ന എന്റെ കൂടെ സതീർത്ഥരായിട്ട് സൗദി അറേബ്യയിൽ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് എന്റെ കൂടെ സതീർത്ഥരായിട്ടുണ്ടായിരുന്ന എല്ലാം അറബ് നാട്ടുകാരാ. ഞാൻ മാത്രം അനവധി. എന്നെയും 2 ഈജിപ്തുകാരെയും കൂടെ മുനാക്കശയ്ക്ക് വിട്ടു, ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ. എന്റെ കൂടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉള്ളത് ഞാനും ബാക്കി 2 ഈജിപ്തുകാരാണ്. ഒരു ഈജിപ്തുകാരൻ ലബനാൻ ആരാണെന്ന് എനിക്കറിയില്ല, എന്തായാലും ഈജിപ്റ്റ് ആ പ്രദേശത്തുള്ള ആൾക്കാരാണ്. ഓർമ്മയില്ല, ഈജിപ്തുകാരാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ ഒരു വിധത്തിൽ ഇവർ അംഗീകരിക്കില്ല. ഞാൻ പറഞ്ഞു ശരി, നമുക്ക് ശേഖരൻ ചോദിക്കാം. ശരി, ഓക്കെ എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്തു ചർച്ച. ശേഖരൻ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞാണ് ശരി. നമ്മൾ നേരത്തെ പഠിച്ചിട്ട് നെഹ്റു വാദമൊക്കെ പഠിച്ചിട്ടാ പോകുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇത് പ്രോപ്പർ റീഡിങ് ഇങ്ങനെയാണ്. ഒരാൾ തെറ്റി ചോദിച്ചാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അയാൾ അറബി ആയിരിക്കും തെറ്റി ചോദിക്കുന്നത്. അറബി അല്ലെങ്കിൽ തെറ്റി ചോദിക്കില്ല. അറബി അല്ലാത്തവര് തെറ്റിപ്പോകുന്നു പേടിച്ചിട്ടായിരിക്കും കഴിയും. ഇതാണ് പ്രോപ്പർ റീഡിങ്. ഓക്കെ. ആൽ ആന ഖറജിത്താന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? ആൽ ആന ഇപ്പോഴാണോ നീ പുറപ്പെട്ടത്? ഇപ്പോഴാണ് നീ പുറപ്പെട്ടത് അല്ലെങ്കിൽ പോയത്. അസാനി അടുത്ത ആള് പറയും.
അൽ യോമ റജഅ അബൂക മിൻ ദിമഷ്ക. എങ്ങനെ വായിക്കും? അൽ ആന. വേറെ ആരും ഇല്ലേ? നേരത്തെ ഒന്ന് അറബിയൊക്കെ എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞല്ലോ. ആൽ യൗമ 12 പേര്. റജഅ അബൂക മിൻ ദിമഷ്ക. എന്താ അർത്ഥം? ദിമഷ്ക എന്താ എനിക്കറിയില്ല. ദിമഷ്ക ആയിക്കോട്ടെ, എന്ത് ദിമഷ്ക കഴിഞ്ഞ ദിമഷ്ക എന്ന് പ്രാവശ്യം പറഞ്ഞാൽ മതി. ആ ഡമാസ്കസ്. ആ ഒന്ന് ഉം. നിന്റെ വാപ്പ ഇന്ന് മടങ്ങിയോ എന്നല്ലേ? ഇന്നാണോ മടങ്ങിയത്? ഇന്നാണോ മടങ്ങിയത്? ആൽ യോമ എന്ന് വെച്ചാൽ ഇന്നാണോ? ആൽ ഇന്നാണോ? യൗമ. ഉം. അവിടെ ഓക്കേ. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടില്ല അവിടെ. ഉണ്ട്. ഉം. അത് നമ്മൾ അങ്ങനെ നിങ്ങളുടെ അടുത്ത് ആക്കണം. പറയുകയാണ് ക്വസ്റ്റ്യൻ ആക്കാൻ. ആ ആ ആ ഇവിടെ സ്റ്റേറ്റ്മെന്റ് ആണ്, ക്വസ്റ്റ്യൻ ആക്കാൻ ആ പറയുകയാണ്. ആ ആ ക്വസ്റ്റ്യൻ ആക്കാൻ പറഞ്ഞാണ്. ഓക്കെ. അവിടെ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ് ഉറക്കം വരുന്നതെന്ന് പറഞ്ഞു. അടുത്തത് അവിടെ 3 സ്റ്റോപ്പ് വായിക്കും. ചെയ്തു. അടുത്തയാള് 3 വായിക്കും. അടുത്തയാള് അൽ മുദരിസ് മരിയബൻ. എങ്ങനെ പറയും? എന്താ അർത്ഥം? അധ്യാപക രോഗിയാണോ? അധ്യാപകൻ രോഗിയാണോ? അൽ മുദീറു ഖാല ഹക്കദ. അപ്പൊ എന്ത് പറയും അതിന്? വേഗം വായിക്കൂ, ഇതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നേ ഉള്ളൂ, ഞാൻ പറഞ്ഞു പോവാതെ. അലിമോൻ. ആൽ മുദീറു ഖാല ഹക്കദ. എന്താ അർത്ഥം? ഇങ്ങനെയാണോ മുദീർ മാനേജർ പറഞ്ഞത്? ഇങ്ങനെയാണെന്നാണ് അറിയണമെങ്കിൽ ഹക്കദ എന്നാ ചോദിക്കേണ്ടത്. ഇപ്രകാരമാണോ അല്ലോ? ഇപ്രകാരമാണെങ്കിൽ ഹക്കദ എന്നാണ് ചോദിക്കേണ്ടത്. ഇപ്രകാരം പറഞ്ഞത് മുദീറാണോ? അങ്ങനെയല്ല, മുദീറാണോ ഇങ്ങനെ പറഞ്ഞത്? മുദീറല്ലേ ആദ്യത്തെ മാനേജർ വാക്ക്. ആണോ ഇപ്രകാരം പറഞ്ഞത്? അതെ, ഇവിടെ ഹെഡ് മാസ്റ്റർ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ സ്കൂളിലാണ് ഉള്ളത്. മുദീറ. ഓക്കെ, ഹെഡ് മാസ്റ്റർ ആണോ ഇപ്രകാരം ഇങ്ങനെ പറഞ്ഞത്? പറഞ്ഞത്. ഹാമിസ് അടുത്ത ആള് വായിക്കും. ഹാമിസ്. ഇഹ്സാൻ. ആരാ വായിക്കുന്നത്? യാ ഇഹ്സാൻ വായിക്കൂ. എം.എ. പാസ്സായ ഇഹ്സാൻ. الطالب الجديد كسر هذا الكرسي. അപ്പൊ എങ്ങനെ 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 ഹംസ കൊടുത്ത് എങ്ങനെ വായിക്കാം? ചോദ്യത്തിന്റെ ഹംസ എങ്ങനെ ചേർക്കാം? നേരത്തെ ആൽ യോമ, ആൽ മുദരിസു, ആൽ മുദീർ എന്നൊക്കെ പറഞ്ഞില്ലേ? ഇവിടെ എന്ത് പറയും? പറയൂ, കറക്റ്റ് ചെയ്ത് പറയൂ ഇഹ്സാൻ. യാ ഇഹ്സാൻ, അന ദഹബ്ത യാ ഇഹ്സാൻ. അതെനിക്ക് ശരിക്കും മനസ്സിലായില്ല. അപ്പൊ മനസ്സിലായത്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, മനസ്സിലാകാത്ത ഒരാളുണ്ട്. ഓക്കെ, അപ്പൊ ഹംസ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ചോദ്യം ചെയ്യാൻ, ചോദിക്കാൻ. അതാ മുദീർ, അതാ ത്വാലിബൻ എന്നൊക്കെ നേരത്തെ നമ്മൾ പഠിച്ചല്ലോ, 1-ാം പാഠത്തിൽ. ഫസ്റ്റ് ടൈമില്, ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചു. അതാ ത്വാലിബൻ, അതാ മുദീർ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇവിടെ അൽ ഉള്ള പദത്തിനോടൊപ്പമാണ് വരുന്നതെങ്കിൽ, ആരെങ്കിലും 2 സിസ്റ്റം ഓൺ ചെയ്തിട്ടുണ്ട്. എന്നതിന് ശേഷം വരുന്ന വാക്ക് അൽ ഉള്ളതാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? നീട്ടി പറയണം. മനസ്സിലായോ ഹസാൻ? ഉള്ളത് ചോദ്യം ചോദിക്കാൻ പറ്റും. അപ്പൊ ഹാദാ മുദീർ എന്ന് ചോദിക്കും. അവിടെ ഹാദയുടെ കൂടെ അല്ലൊന്നുമില്ല. അപ്പൊ ഹാദാ മുദീർ, ഇത് മുദീറാണെന്ന്. അല്ലെങ്കിൽ ഹാക്കഥ കാല മുദീർ എന്ന് പറയും. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രശ്നമില്ല. അതേസമയം എന്ന ചോദ്യത്തിനുള്ള ക്വസ്റ്റ്യന് വേണ്ടിയുള്ള വാക്കിന് അല്ലെങ്കിൽ പദത്തിന് ശേഷം അല്ലാണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ആൽ എന്ന് പറയണം.
അപ്പൊ ഇവിടെ അത്താലിബുൽ ജദീദ് എന്നുള്ളതിനെ എങ്ങനെ ചേർക്കും? എങ്ങനെ പറയും? നേരത്തെ ആൽ യോമ ചോദിച്ചു പറഞ്ഞു. ഇവിടെ ആൽ മുദരിസ് എന്ന് പറഞ്ഞു രണ്ടാമത്തെ, മൂന്നാമത്തെ ആൽ മുദരിസ്, നാലാമത്തെ ആൽ മുദീറു, അഞ്ചാമത്തെ എങ്ങനെ വായിക്കും? ആൽ താലിബ്. അവിടെ ഇല്ലില്ല, അല്ലില്ല, മറിച്ച് എന്താണ്? ആ താഴെ താലിബ്. ഉള്ളു. അപ്പം നീട്ടി പറയണം. ആത്വാലിബ്. ആത്താലിബ്. ആ കാരണം എന്താന്ന് താലിബ്. ചോദിച്ചാൽ കാരണം എന്താന്ന് ചോദിച്ചാൽ അവിടെ ചോദ്യത്തിന്റെ ആ മാത്രം നീട്ടാതെ പറഞ്ഞാൽ അവിടെ അല്ലിന്റെ ലാമാണോ അല്ല ചോദ്യത്തിന്റെ ഹംസ ചേർത്തത് അല്ലിന്റെ അലിഫാണോ അല്ല ചോദ്യത്തിന്റെ ആ ചേർത്താവോന്ന് അറിയാൻ പറ്റില്ല. അൽ യോമയുടെ കൂടെ ആ ചേർത്താൽ അൽ യോമ എന്നല്ലേ വായിക്കാൻ പറ്റൂ. ഹംസ ആണെങ്കിൽ ഹംസ ചേർത്താൽ, ചോദ്യത്തിന്റെ ഹംസ ചേർത്താലും ഇല്ലെങ്കിലും അൽ യോമ എന്നേ പറയാൻ പറ്റും. അതുകൊണ്ടാണ് ചോദ്യത്തിന്റെ ഹംസ ചേർത്ത് ഹംസിന് ശേഷം പിന്നീട് ഒരു ചേർത്ത് വായിക്കുമ്പോൾ പോകുന്ന അലിഫ് വരെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നീട്ടി വായിക്കണം. അപ്പൊ ഇവിടെ ആ താലിബു, ഇതേപോലത്തെ വാക്ക്, ശബ്ദമുള്ള വാക്ക്, ലാമിന് ഉച്ചാരണമില്ലാത്ത വാക്ക് ഖുറാനിൽ എന്താ വന്നിരിക്കുന്നത്? ആരെങ്കിലും കണ്ടുണ്ടോ? ഒരു സുഹൃത്ത് ഇവിടെ ആ താലിബ് എന്ന് പറഞ്ഞില്ലേ? ആ താലിബു. അപ്പൊ അല്ലിന് ശേഷം ശംസിയായ അക്ഷരമാണ്. അപ്പൊ ഇല്ലിന്റെ ഇല്ല് ഉച്ചരിക്കില്ല. അങ്ങനെയുള്ള ഒരു വാക്ക് ഖുറാനിലുണ്ട്. ഏതാണ്? അൽ ആന ബാസിത്തു. അത് ലാം ഉച്ചാരണം ഉണ്ടല്ലോ. മാത്രമല്ല അവിടെ നിങ്ങൾ നീട്ടിയും പറഞ്ഞില്ല. ആ ദക്കറൈനി കേട്ടിട്ടുണ്ടോ? കേട്ടില്ലേ? സൂറത്തുൽ മാഇദ. الذكرين خير أم اشتملت عليه أرحام الأنثيين. അപ്പൊ അദ്ദക്കറൈനി രണ്ടിനം ആൺമൃഗങ്ങൾ. ദക്കറൈനി എന്ന് പറഞ്ഞാൽ രണ്ട് മെയിൽ എന്ന രണ്ടു തരം ആൺമൃഗങ്ങൾ. അപ്പൊ എന്നിട്ട് ചോദിക്കണം, ചോദിച്ചാൽ എന്തായി? ഈ രണ്ടു തരം ആൺമൃഗങ്ങളാണോ ഖൈറുൻ അമ്മ ഇസ്തമലത്ത് അർഹാമുൽ ഉൻസയൈൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെയാണ് ഇവിടെ ആ ത്വാലിബു. ആ ത്വാലിബുൽ ജദീദു കസറ ഹാദൽ കുർസിയ്യ. എന്താ അർത്ഥം? മൽ മാന? മാ ഹിയൽ മാന? പുതിയ കുട്ടിയാണോ കസേര പൊട്ടിച്ചത്? കസേര പൊട്ടിച്ചത്, അതെ. ഈ കസേര ഈ കസേര പൊട്ടിച്ചത് പുതിയ കുട്ടിയാണോ ഈ കസേര പൊട്ടിച്ചത് എന്നാണ് ചോദ്യം. അടുത്തത്. അപ്പൊ ലാമ കളയണ്ടേ? എവിടെ കളയണം? അങ്ങനെ എഴുതണോ? ആ താലിബു എന്ന് പറഞ്ഞാല് ലാമ എഴുതണം. അപ്പൊ അങ്ങനെ വരുമ്പോ ലാം എഴുതണമെന്നാ? ആ. ലാം എഴുതണം. ലാം എവിടെയും കളയാൻ പറഞ്ഞില്ലല്ലോ. മുകളിൽ പറഞ്ഞ ആൽ ബിഹാർ എന്നിടത്ത് ലാം കളയാൻ പറഞ്ഞു. അതിലെവിടെ ആ താലിബു എന്ന് വരും അല്ലേ? വരണം. ഇപ്പൊ അങ്ങനെ പറഞ്ഞില്ല. ഹംസ ചേർത്തില്ലെങ്കിൽ താലിബ് അത്താലിബ് എന്നല്ലേ പറയുന്നു നമ്മള്. അപ്പൊ ലാം പോയോ? ഇല്ല. ഓക്കെ. ഇപ്പൊ ലാമ കളയൊന്നും വേണ്ട. അതേസമയം ഹംസിന് ശേഷം വരുന്ന ഒരു അലിഫ് കളയാൻ പറയും അല്ലേ? ആയും അല്ലുമുണ്ട്. പക്ഷെ ഖുറാന്റെ ലിപിയിൽ മാറുന്നില്ല കേട്ടോ. അറബി ലിപിയിലാണ്. അറബി എഴുത്തിൽ വേണമെങ്കിൽ അത് കളയാം. ഖുറാന്റെ സ്ക്രിപ്റ്റിൽ അത് അവിടെ തന്നെ ഉണ്ടാവും. ആ ജക്കറൈനി എന്നുള്ളിടത്ത് ഹംസ അവിടെ തറയിൽ എഴുതിയിട്ടുണ്ടാവും. പിന്നെ ഹംസിന് 10 ഉണ്ടാവും. പിന്നെ അലിഫ് നീട്ടാനുള്ള അലിഫ് വരെ ഉണ്ടാവും.
പിന്നെ അസ്സക്കറൈനിയിലെ ലാം ഉണ്ടാവും, ജാലും ഉണ്ടാവും. ദാലിന് ശബ്ദം ഉണ്ടാവും. ജാലും ശുദ്ധ ഉണ്ടാവും. ശബ്ദ അല്ലെങ്കിൽ ഉണ്ടല്ലോ. അസ്സക്കർ എന്ന് പറയുമ്പോൾ ശബ്ദം ഉണ്ടല്ലോ. അപ്പൊ ഉണ്ട്. നമ്മളിവിടെ ഇവിടെ ഹംസ്, ചോദ്യത്തിന്റെ ഹംസ് ചേർക്കുമ്പോൾ ദീർഘിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദീർഘിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല, ഒരു വ്യത്യാസമില്ല. കാരണം ദീർഘിപ്പിച്ചില്ലെങ്കിൽ അവിടെ ചോദ്യത്തിന്റെ ഹംസ് വന്നോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അല്ലയോ അബൂക്ക അവിടെ ഹംസ് ചേർത്ത് എങ്ങനെ വായിക്കും? നീട്ടില്ലെങ്കിൽ അപ്പോഴും അല്ലേ മഞ്ഞ് വായിക്കാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യണം? അല്യോമ. സംസാരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് മാറിയിരിക്കുക കേട്ടോ ഖദീജ. ഓക്കെ, അടുത്തത് വേറെ ആൾ വായിക്കും. കറക്റ്റ് ആണോ? വേറെ ആർക്കും അഭിപ്രായം ഉണ്ടോ? ആ താലിബ് എന്ന് പറഞ്ഞോ? ആദ്യത്തിലല്ലേ ഹംസ ചേർക്കാൻ പറഞ്ഞത്, പിന്നെ ആ താലിബ് എങ്ങനെ പറയാം? ഇല്ല അവിടെ. അല്ല് വരുന്ന ഭാഗത്തല്ലേ അങ്ങനെ വരണ്ടുള്ളൂ. അല്ല് വരുന്ന സ്ഥലത്തേ അങ്ങനെ വരേണ്ടുള്ളൂ. ഇവിടെ അല്ല് വരുന്ന സ്ഥലത്തല്ലേ ചേർക്കാൻ പറഞ്ഞത്. അതും നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി, ഇതാണ് തിരിച്ചറിവ് വേണം പറയുന്നത്. താലിബ് ആദ്യം വായിച്ച കറക്റ്റാണ്. തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇടയ്ക്ക് കൊനസ്റ്റ് ചോദ്യങ്ങളെ കൊടുത്തേക്കുന്നത്. മനസ്സിലാവെന്ന് അറിയണ്ടേ? വലത് സയ്യാറത്തി പറഞ്ഞ പോലെ, സയ്യാറത്ത് പറഞ്ഞ പോലെ. അമ്മൽ മിസാൽ സുമ്മ അജീബ് അശ്ലത്തിലാക്കിയെത്തി. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്താണ്? താലിബ് എന്നാണ്. താലിബ് ബറബക്ക. എന്താ അർത്ഥം? ഈ സ്റ്റുഡന്റ് ആണോ നിന്നെ അടിച്ചത്? ഈ സ്റ്റുഡന്റ് ആണോ നിന്നെ അടിച്ചത്? അധ്യാപകന്മാരെല്ലാം അടി നിർത്തി, ഇപ്പൊ സ്റ്റുഡൻസെ അടിക്കുന്നുള്ളൂ, തമ്മിലടിയാണ്. ഓക്കെ, അൽ ആഷിർ തഅമ്മലിൽ മിസാൽ, ഉദാഹരണം ചിന്തിച്ചു വായിക്കുക. സുമ്മ അജിബ് അനിൽ അസ്അലത്തിൽ ആത്തിയ, പിന്നീട് തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. അലാ ഖിറാരിഹി, അതിന്റെ നേരെ വരുന്ന. അപ്പൊ എന്താ? മൻ ഖലഖക, നിന്നെ ആര് സൃഷ്ടിച്ചു? മറുപടി ഖലഖനി അല്ലാഹ്, ഖലഖനി അല്ലാഹ്, ഖലഖനി അല്ലാഹ്. അവിടെ അർത്ഥമല്ല. ഇവിടെ ഖലഖക എന്ന് പറഞ്ഞപ്പോൾ ഖലഖയുടെ ശേഷം ക മാത്രമേ വന്നിട്ടുള്ളൂ. അതേസമയം എന്നെ എന്ന് പറയുന്ന യാ അൽ മുത്തകല്ലിം വന്നപ്പോൾ അതിന് മുമ്പ് എന്ത് വന്നു? ഒരു നൂന് വന്നു. സുരക്ഷിത നൂന്, സേഫ്റ്റി നൂന്. സേഫ്റ്റി പിന്ന്, സേഫ്റ്റി ബെൽറ്റ് എന്നൊക്കെ പറയുന്ന പോലെ സേഫ്റ്റി നൂന്. എന്തിനാണ് അത് സേഫ് ഗാർഡ് ചെയ്യുന്നത്? മാളിയുടെ വെർബിന്റെ അവസാനം സുരക്ഷിതമാക്കാൻ വേണ്ടി. മാളിയുടെ എന്നല്ല, ഫിഅലിന്റെ അവസാനത്തെ അടയാളം സുരക്ഷിതമാക്കി നിർത്തുന്നതിന്. ഫിഅലിനോട് യാ അൽ മുത്തകല്ലിം ചേരുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. ഫിഅലിന്റെ അവസാനത്തെ അടയാളം യാ അൽ മുത്തകല്ലിമിന് വേണ്ടി മാറ്റാൻ പറ്റില്ല. അല്ലാത്ത ഇപ്പൊ നമ്മള് ഒരു നാമം എടുത്തു, നാമം പറയുമ്പോൾ ഹാദാ കിതാബുൻ എന്ന് പറഞ്ഞപ്പോൾ ഹാദാ കിതാബുൻ ലമ്മുണ്ട്. ഇത് എന്റെ പുസ്തകം എന്ന് പറഞ്ഞപ്പോഴോ ഹാദാ കിതാബി, അവിടെ ലമ്മ് മാറ്റിട്ട് കസർ കൊടുക്കാം. കാരണം നാമമായതുകൊണ്ട്, കിതാബുൻ എന്നതിന്റെ നാമമായതുകൊണ്ട് അവിടുത്തെ ലമ്മ മാറിയതുകൊണ്ട് ആ വാക്കിന് വ്യത്യാസം വരുന്നില്ല. അതേസമയം ലറബ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഖലഖ എന്ന് പറഞ്ഞു. ഖലഖയിലേക്ക് വേണ്ടി യാന് വേണ്ടി അതിന്റെ അടയാളം മാറ്റി കഴിഞ്ഞാൽ എന്തായാലും ഖലഖി ആയി പോയാൽ അത് ശരിയാവില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ യളിരിബു എന്ന് പറയുമെന്ന് വിചാരിച്ചു, യളിരിബു, യഹ്രിഖു,
യഹ്ലുഖു എന്റെ കൂടെ യാ ചേർത്താൻ എന്ത് വരും? അപ്പൊ യഹ്ലുഖി എന്ന് പറയാൻ പറ്റില്ല. യഹ്ലുഖിനി, യഹ്ലുഖുനി, യഗ്രിബുനി. അപ്പൊ നമുക്ക് ക്രിയയുടെ അവസാനത്തെ അടയാളം യാ അൽ മുത്തകല്ലിമിന് വേണ്ടി മാറ്റാൻ പറ്റും. അതുകൊണ്ട് ക്രിയയുടെ അവസാനത്തെ അടയാളം സുരക്ഷിതമായി അവിടെ നിർത്താൻ വേണ്ടിയാണ് യാന് യോജിച്ച ഒരു അക്ഷരം, ഒരു അടയാളം കൊടുക്കണം അവിടെ. പക്ഷേ ആ നിലവിലുള്ള അടയാളത്തിന് കൊടുക്കാൻ, അക്ഷരത്തിന് കൊടുക്കാൻ പറ്റില്ല. അതിന് പകരമാണ് ഒരു നൂനെ കൊണ്ടുവച്ചിട്ട് ആ നൂനിന് കസർ കൊടുക്കും. അത് അറബികൾ അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നെന്ന് മാത്രം. നൂനിന് യാതൊരു സ്ഥാനവുമില്ല. ഗ്രാമർ പറയുന്നവർ പറയുന്നത് സേഫ്റ്റി നൂൻ എന്ന് പറയും. സേഫ്റ്റി നൂനാണ്. ആ നൂനിന് എന്ത് ചെയ്യണം? അതിന്റെ പേരിപ്പം എന്താ പറയും പഠിച്ചാൽ മതി. സേഫ്റ്റി നൂൻ. അതുപോലെ നമ്മൾ ഇത് എന്താണെന്ന് അറിഞ്ഞിരിക്കും. അതുകൊണ്ടാണ് നേരത്തെ ഇഹ്സാൻ ചോദിച്ച പോലെ, ഈശാൻ ഇതുവരെ മനസ്സിലായില്ല. ഇതുവരെ മനസ്സിലാകാത്താണോ അല്ലെങ്കിൽ താലിബിന്റെ അവിടെ എങ്ങനെയാണ് ചെറുപ്പം മനസ്സിലാകാത്തോ എനിക്കറിയില്ല. എന്തായിരുന്നാലും മനസ്സിലാകാത്ത ഒരാളും ഉണ്ടാകാൻ പാടില്ല. മനസ്സിലാകാതെ വന്നാൽ എപ്പോഴും ചോദിക്കണം. പിന്നീട് മനസ്സിലാകാത്ത പാഠത്തിന്റെ മേളിൽ നമ്മൾ പഠിച്ചു പോയാൽ അതിന്റെ മുകളിൽ വെക്കുന്ന എല്ലാം എന്താവും? തകർന്നു പോകും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മൻ വറബക്ക, ഉത്തരം പറയണം. റബ്ബനി അല്ലാഹ്. ربني റബ്ബ അല്ല അല്ല അടിച്ചോ നിങ്ങളെ. നോക്കിയില്ല. റബ്ബക്കനി മുദരിസുൻ. റബക്കനിയാ? റബക്കനി റബ്ബനി. റബനി റബ്ബനി അറബനി മുതല് മുദരിസുൻ. എന്റെ അടുത്ത് വടിയൊന്നുമില്ല. അന്ന് ഉമ്മ റബനി ഉമ്മുൻ. അറബനി ഉമ്മി ആ ഉമ്മി. അല്ലെങ്കിൽ അൽ ഉമ്മ എന്ന് പറയണം. ഉമ്മി എന്റെ ഉമ്മ എന്ന് പറഞ്ഞില്ലെങ്കിൽ അൽ ഉമ്മ എന്ന് പറയണം. അറബനി ഉമ്മുൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു എന്തല്ല, ഒരു പ്രസക്തമായ സംഭവമല്ല. അത് ലറബനി വലതി എന്ന് പറയാം. ഒരു കുട്ടി തന്നെ അടിച്ചു, അതിന് ലറബനി താലിബുൻ എന്ന് പറയാം. ലറബനി ഉമ്മുൻ എന്ന് പറയുമ്പോൾ ഒരു ഉമ്മ എന്നെ അടിച്ചു എന്നാണ്. ഏതോ ഒരു ഉമ്മ, ഒരുപാട് പേരൻസ് വന്ന കൂട്ടത്തിൽ ഒരു ഉമ്മ എന്നെ അടിച്ചു എന്ന് പറഞ്ഞാൽ ഓക്കെ, ശരിയായി. അടുത്ത ചോദ്യം. മൻ സഅലക ഹാദ സുആല. അല്ലെങ്കിൽ ഒരു പേര് പറഞ്ഞാൽ മതി. ആ, മനസ്സിലാരൊക്കെ വരുമ്പോ എന്താ പറയണം? സഅലനി ഹാദ സുആല ഹാമിദുൻ. ശരിയാവില്ലേ? അല്ലെങ്കിൽ ഹാമിദുൻ സഅലനി ഹാദ സുആല, അങ്ങനെയും പറയാം. എന്തായിരുന്നു നമ്മുടെ വിഷയം? എന്താണ്? സഅലക്ക ചോദിച്ചാൽ സഅലനി എന്ന് പറയണം. അപ്പൊ റആക്കൽ മുദരിസു ഫിൽ മസ്ജിദി. റആക്കൽ മുദരിസു ഫിൽ മസ്ജിദി. അപ്പൊ എന്ത് പറയണം? നഅം നഅം റആനി. റആനി റആനി. റആനി മുദരിസു ഫിൽ മസ്ജിദ്. നമ്മൾ റഅ എന്ന വാക്കിന്റെ രൂപഭേദങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് ഇവിടെ വാക്ക് ബ്രാക്കറ്റിൽ കൊണ്ടുപോകുന്നത് കേട്ടോ. റഅ എന്ന് പറയുമ്പോൾ ഇവിടെ റആക്ക എന്ന് പറഞ്ഞപ്പോ എന്താണ്? അലിഫാനിട്ടേ റആക്ക. റആക്ക. അപ്പം റആക്ക എന്ന് പറഞ്ഞപ്പോ അലിഫാനിട്ടേ. നമ്മുടെ സബ്ജക്റ്റ് റആനി എന്ന് ഉത്തരം പറയണമെന്നുള്ളതാണ്. അതുകൊണ്ട് അതിൽ മാറ്റം ഇല്ല. പിന്നെ ഇവിടെ എന്താണ്? റഅ എന്ന് മാത്രം എഴുതുകയാണെങ്കിൽ യായിട്ടാണ് എഴുതേണ്ടത് എന്നാണ് ഒരു 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 ആദ്യത്തെ വാക്ക് സൂചിപ്പിക്കുന്നത്. രണ്ടാമെന്താ പറയുന്നത്? അൻത റഅയ്ത. അപ്പൊ അൻത വരുമ്പോൾ റഅയ്ത എന്ന് യാ വരും. അൻത വരുമ്പോൾ റഅയ്ത എന്ന് യാ വരും എഴുത്തില്. ഹുവ റഅ, അൻത റഅയ്ത. ആ സ്പെല്ലിങ് മനസ്സിലാക്കാൻ വേണ്ടി അത് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുക. തഅമ്മൽ കലിമത്തുൽ ആതിയ. ഇവിടെ റആനിയൽ മുദരിസു എന്ന് വേണോ? അതിൽ റആനീന്ന് മാത്രം മതിയോ?
റആനിയൽ മുദരിസു വേണം. നേരെ ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഖലഖനി അല്ലാഹു. ആ ആ അതുപോലെ വരണം. അത് തഅമ്മൽ കലിമത്തുൽ ആതിയ. തഅമ്മൽ അൽ കലിമത്തുൽ ആതിയ. അവിടെ മഅനൻ ഒറ്റ വാക്കായിട്ട് വരും. അതായത് മഅനൻ സ്വതന്ത്രമായി വന്നാൽ മഅനൻ എന്നാണ് എഴുതേണ്ടത്. നമ്മളെ ഹദാ യഹ്ദിയുടെ പട്ടിക പഠിച്ചപ്പോൾ അതിന്റെ ക്രിയാധാതു എന്താണ്? ഹദാ യഹ്ദിയുടെ ക്രിയാധാതു റൂട്ട് ഹദാ യഹ്ദി പഠിച്ച ആരില്ലേ? ഹിദായത്തുൻ. വേറെ ഒന്നുകൂടെ ഉണ്ട്. ഹുദം ഹിദായത്ത്. അപ്പൊ ഹുദൻ എങ്ങനെ എഴുതും? ഹുദന്റെ അവസാനത്തെ അക്ഷരം എന്താ? അലിഫ്. യാന്റെ ഷേപ്പിലുള്ള അലിഫ്. അതേപോലെ മഅനിനൻ എന്നെഴുതുമ്പോ അവിടെ ഹുദൻ എന്ന് എഴുതിയെടുത്ത് ദാലിന് ഫത്തഹത്തിന് വേണ്ടി. ഇവിടെ മഅനിനൻ എന്നെഴുതുമ്പോ നൂലിന് ഫത്തഹത്തിന് വേണ്ടിയുണ്ട്. അവസാനം യാന്റെ ഷേപ്പിലുള്ള അലിഫാണ് ഇടുക. അങ്ങനെയുള്ള വാക്കിനോടൊപ്പം സർവനാമം ചേർന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും സംഭവം ചേർന്ന് വന്നാൽ, സർവനാമം ചേർന്ന് വരുമ്പോൾ എന്ത് വരും? മഅനൻ എന്നുള്ളത് മഅനാഹു എന്ന് അലിഫ് ഇട്ടിട്ടാണ് എഴുതുക. ഓക്കെ. നേരത്തെ റആക എന്ന് പറഞ്ഞില്ലേ? റആ എന്നപ്പം യാന്റെ ഷേപ്പിലുള്ളതാണ് അടയാള അക്ഷരം. റആക വന്നപ്പോൾ എന്തായി? സർവനാമത്തോടൊപ്പം ചേർത്തപ്പോൾ എന്തായി? അവിടെ അലിഫ്, ഒറിജിനൽ അലിഫ് എന്നിട്ട് മഅനാഹു, മഅനാഹ. സർവനാമങ്ങളോടൊപ്പം ചേർന്ന് വരുമ്പോൾ യാന്റെ ഷേപ്പ് മാറിയിട്ട് അലിഫ് ഇടും. ഓക്കെ. തഅമ്മൽ കലിമാത്തുൽ ആതിയ. ശ്രദ്ധിക്കുക ഈ വാക്കുകൾ. മിൻ അധികം മ. അധികം എന്നുള്ളതിന് അറബിയിൽ എന്ത് പറയും? ജായിദ്. ജാദ വർദ്ധിച്ചു. ജായിദ്. മിൻ ജായിദ് മ. പിന്നെ ഈ സീക്രട്ടിന് എന്ത് പറയും അറബിയിൽ? യുസാവി. യുസാവി. സാവ യുസാവി. യസാവി അല്ല, യുസാവി. 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 സാവ യുസാവി. യുസാവി. സവ്വ എന്ന് പറഞ്ഞില്ലേ? സവ്വ എന്ന് പറഞ്ഞാൽ എന്താ? നേരെ ആക്കി, സമമാക്കി, സമമാക്കി, നേരെ ആക്കി, തുല്യമാക്കി. അപ്പൊ യുസാവി എന്ന് പറഞ്ഞാൽ തുല്യമാകും. കേട്ടാ? സാവ യുസാവി. സവ്വ നേരെയാക്കി. സവ്വു അത് നിങ്ങൾ നേരെ ആക്കൂ. അപ്പൊ മൻ ജായിദ് മിൻ ജായിദ് മ യുസാവി മിമ്മ. ലാഭത്തിൽ അലിഫ്. അലിഫ് മഹ്ലൂഫിൻ എന്നാ പറയാ. മലയാളത്തിൽ നമ്മൾ പറഞ്ഞപ്പോ സഹാബത്ത് അലിഫ് അലിഫ് അങ്ങ് പോയെന്ന് പറയും. അലിഫ് മഹ്ലൂഫുൻ മിമ്മ. അപ്പൊ ഹുറൂഫുൽ ജറിനോടൊപ്പം മാ ചേർത്താൽ എന്താവും? അതിന്റെ അലിഫ് അങ്ങ് പോവും. ഓക്കെ. നൂനും പോവും. നൂനും നൂന് എല്ലാ സ്ഥലത്തും പോലെ. മിന്നൊരിടത്തില് മിന്നിന് മാത്രമാണ് നൂന് പോയത്. ബി വന്നപ്പോ ബിമ, ലി വന്നപ്പോ ലിമ, അൻ വരുമ്പോ നൂന് പോകും. അമ്മ, അമ്മ. പിന്നെ ഖുർആനിനെ സംബന്ധിച്ചോളം അതിലെ സ്ക്രിപ്റ്റ് എന്താണ്? നിർമ്മിതമാണ്. ഖുർആനില് എല്ലാ സ്ഥലത്തും ഒരേപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. അവിടെ അച്ഛൻ എഴുതിയിരിക്കുന്നിടത്ത് എഴുതിയിട്ടുണ്ടാവും, എഴുതാത്തടത്ത് ചേർത്ത് വായിക്കണം. ചേർത്ത് എഴുതിയിട്ടുള്ളത് ചേർത്ത് വായിക്കണം, വേറെ എഴുതിയിട്ടുള്ളത് വേറെ വായിക്കണം. അതെന്താണ്? അത് അങ്ങനെ തന്നെ എഴുതപ്പെട്ടിരുന്നതാണ്. മുസ്ഹഫ് ഉസ്മാനിൽ എങ്ങനെയാണോ എഴുതപ്പെട്ടിരുന്നത് അങ്ങനെ തന്നെ എഴുതി സ്വീകരിക്കണം. അപ്പം അതാണ് മിൻ ജായിദ് മ യുസാവി മിമ്മ, ബി ജായിദ് മ യുസാവി ബിമ, ലി ജായിദ് മ ലിമ, അൻ ജായിദ് മ യുസാവി അമ്മ. അങ്ങനെയാണ്. അമ്മ യതസാഅലൂൻ. അൻ കുറിച്ച് മ എന്തൊന്ന്? അമ്മ യതസാഅലൂൻ. എന്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്? അപ്പൊ അത് ഒന്നാമത്തെ മിമ്മ ഖലഖല്ലാഹുൽ ഇൻസാന.
ഖലഖഹു മനുഷ്യനെ ഇനി എന്തിൽ ആ, നിന്നാണ് സൃഷ്ടിച്ചത്? നിന്നാണ് സൃഷ്ടിച്ചത്. ഖലഖഹു അവനെ സൃഷ്ടിച്ചു. മിൻ തീനിൻ കളിമണ്ണിൽ നിന്ന്. ബീമ ഖതൽതൽ ഹയ്യത ബിമ കൊണ്ട് ബിമ എന്തുകൊണ്ട് എന്ത് വസ്തു കൊണ്ടാണ്? ബിമ ഖതൽതൽ ഹയ്യത ഹയ്യത്ത് എന്താണ്? പാമ്പ്. പാമ്പ്. ഖുർആനിൽ കണ്ടുണ്ടോ പാമ്പിനെ? അയ്യത്തും പാമ്പ് തസ്സ. അത് തന്നെ ഓടുന്ന പാമ്പിനെ കണ്ടു. ഇലാഹിയ ഹയ്യത്തുൻ തസ്അ ഫഅൽഖാ മൂസ അസാഹു ഇലാഹിയ ഹയ്യത്തുൻ തസ്അ. അപ്പൊ ഹയ്യത്തിന്റെ പര്യായപദവും ഖുർആനിൽ തന്നെ ഉണ്ട്. ജാന്നിൻ കഅന്നഹ ജാന്നിൻ അതേ വടിയിട്ടപ്പോ തന്നെ വേറെ സ്ഥലത്ത് പറഞ്ഞു ജാന്നിൻ എന്നാണ്. അപ്പൊ ഖതൽതുഹ പാമ്പിന് ബിൽഹയ്യ. അതെ മൂസാ നബി അലൈഹി സ്വലാം വടിയിട്ടപ്പോ ജാനും പറയും. ജാന്നിൻ പറയും. കൊണ്ടല്ലേ? ഭീമ എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ജിന്നുകളുടെ ബഹുജന. ഭീമ എന്ത് വസ്തുവിനെ കൊണ്ടെന്നാണ്. ജിന്ന് എന്താണ്? ജാൻ. എന്തുകൊണ്ടാണ് ലം യത്മിസ്ഹുന്ന ഇൻസും വലാ ജാൻ. അവിടെ ജാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ജിന്നിന്. കഅന്നഹ ജാന്നിൻ എന്ന് പറഞ്ഞപ്പോൾ ജിന്നിനെ പോലെ എന്ന് പറഞ്ഞപ്പോൾ അതെന്താണ്? അത് പാമ്പാണ്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ കഥ പറയുന്നിടത്ത് ഒരു സ്ഥലത്ത് ഹയ്യത്ത് എന്ന് പറഞ്ഞു, വേറെ സ്ഥലത്ത് ജാൻ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ രണ്ടും എന്താണ്? രണ്ടും ഒന്നല്ലേ? രണ്ടു തരം പാമ്പ്, രണ്ടു തരം സംഭവം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. വടിയിട്ടപ്പോ പാമ്പായി. അപ്പൊ ബിമ മാ എന്ത്? ബിമ എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് വസ്തുവിനെ കൊണ്ട്? കൊന്നത്. ബിമ ഖതൽതൽ ഹയ്യത നീ എന്തുകൊണ്ടാണ് വടി കൊണ്ട്? ഇപ്പൊ വൈ എന്നുള്ള ചോദ്യമല്ല. വൈ എന്ന ചോദ്യമാണെങ്കിൽ ലിമ എന്നാണ് ചോദിക്കുന്നത്. ലിമ സബബ് കാരണമാണെങ്കിൽ ലി മ. ഇവിടെ പറയുന്നുണ്ട് ലി ജായിദ് മ ലിമ. ലിമ ഖറജ്ത മിനൽ ഫസ്ലി. അപ്പൊ എന്താ ചോദ്യം? വൈ ഡിഡ് യു ഗോ ഔട്ട് ഫ്രം ദ ക്ലാസ്? അപ്പൊ അവിടെ വൈ ആണ്. മറ്റെന്താണ്? ബിമ എന്ന് പറഞ്ഞാൽ എന്ത് വസ്തു എന്നാണ്. ഈ കൊണ്ട് മാ എന്ത്? എന്തുകൊണ്ട്? ലി ഇക്കിന് വേണ്ടി. ലി ഇക്കിന് വേണ്ടി. അപ്പൊ ലിമ എന്തിനു വേണ്ടി? ഇതിനു വേണ്ടി. അതാണ് വൈ. അപ്പൊ ലിമ ഖറജ്ത മിനൽ ഫസ്ലി ഖത്തൽതുഹാ ബിൽ ഹജരി. അത് കഴിഞ്ഞു. ഖത്തൽതുഹാ ബിൽ ഹജരി. ഞാൻ അതിനെ കല്ലുകൊണ്ടാണ്. അപ്പൊ ലിമ ഖറജ്ത മിനൽ ഫസ്ലി അതിന്റെ ഉത്തരം എന്താ? ഖറജ്തു ലിഅന്നനി. എന്താ അർത്ഥം ലിഅന്നനി? കാരണം. കാരണം ഞാൻ. ലിഅന്നനി എന്നുള്ളത് നൂന് വിക്കായത്ത് വന്നു. ലിഅന്നനി എന്നുള്ളത് നേരത്തെ വന്ന സേഫ്റ്റി നൂന് വന്നിട്ടുണ്ട്. ആ സേഫ്റ്റി നൂൻ ഇല്ലാതെയും ലിഅന്നി എന്നും പറയാം. ലിഅന്നി എന്ന് പറയാം കേട്ടോ. ഇന്നയും അന്നയും വരുന്നിടത്ത് സേഫ്റ്റി നൂൻ ചേർക്കാം, ചേർക്കാതെയും പറയാം. ലിഅന്നനി മരിയമ്മ എനിക്ക് രോഗം എന്നാ? ഞാൻ രോഗിയാണ്, അതുകൊണ്ടാണ്. ബിക്കോസ് ഐ ആം സിക്ക്. ലിയന്ന എന്ന് പറഞ്ഞാൽ ബിക്കോസ്, എന്തുകൊണ്ടെന്നാൽ. അടുത്ത അറാബിയ അൻ ജായിദ് മ അന്ന. അന്ന ബാസ്ത. അന്ന എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ച്? അൻ കുറിച്ച്. മ എന്ത്? അന്ന ബാസ്ത ഫിൽ മദ്രസത്തി. എന്താ നീ സെർച്ച് ചെയ്ത് ക്ലാസ് സ്കൂളില്? ബഹസ്തു അൻ സാഅതി. ബഹസ്ത എന്ന് പറയുന്ന വാക്ക് ഖുർആനിൽ വായിച്ചിട്ടുണ്ടോ നമ്മള്? ബഹസ എന്താ അർത്ഥം? ബഹസ ചിഴഞ്ഞു. ബഹസ എന്ന് പറഞ്ഞാൽ ചിഴഞ്ഞു എന്നാണ്. തിരഞ്ഞു എന്നൊക്കെ പറയും. ശരിക്കും ചിഴഞ്ഞു നോക്കിയെന്ന്. പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ബഹസ നമ്മളന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആയത്ത് ഏതാ പറഞ്ഞത്? ഇന്നത്തെ പാഠത്തിൽ പഠിച്ചപ്പോ ആയത്ത് പറഞ്ഞല്ലോ. നമ്മൾ ഖുറാനും വായിക്കണം, അറബിയും പഠിക്കണം. ഈ ഖുറാൻ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ അറബി പഠിക്കുന്നത്. എന്താണ്? ബഹസയോ?
അല്ല ബായസാണ് ബായസനെ പറ്റിയ ഉമ്മീന ബാസലുമീന അത് അയിനാണ്, അത് അയിനാണ്. നിയോഗിച്ചു ഇത് അതായത് ബഹസ. അത് നമ്മള് ഇതൊരു പാഠത്തിൽ പഠിച്ചതാണ്. ആ കഴിഞ്ഞ പാഠത്തിൽ പറഞ്ഞപ്പോഴും നമ്മൾ ഇത് പറഞ്ഞു ബഹസ. ഖുറാബ യബ്ഹസു ആ അത് തന്നെ. ഫബഅസല്ലാഹു ഖുറാബ യബ്ഹസു ഫിൽ അർളി അത് എഴുതി വെച്ചിട്ടുണ്ട്, അത് എഴുതി വെച്ചിട്ടുണ്ടല്ലേ? ഇല്ല ആദമിന്റെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ അന്ന് പറഞ്ഞത്? ഇല്ല ഇല്ല. ഓർമ്മയെന്ന് പറഞ്ഞാണ്. ഓക്കെ. അപ്പൊ അവിടെ അയിനുള്ള ഭാഷയുണ്ട്, ഹ ഉള്ള ബഹസയുണ്ട്. ബഅസല്ലാഹു ഖുറാബൻ യബ്ഹസു ഫിൽ അർളി, ഭൂമിയിൽ ചെലയുന്ന. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഖുറാനിലെ വാക്ക് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളെ ചിന്ത എപ്പോഴും ഖുറാനിൽ തന്നെ ഉണ്ടാവും. ഖുറാൻ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ അറിവ് പഠിക്കുന്നത്. അല്ല നമ്മളിപ്പോ എന്തായാലും ഇത് ഗൾഫിൽ പോയി പണിയെടുക്കാൻ വേണ്ടി പഠിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടോ? ഉണ്ടാകാം. പക്ഷെ മെജോറിറ്റി ഒക്കെ ഇപ്പൊ യഹ്സാനൊക്കെ അങ്ങനെ പഠിക്കുന്നുണ്ടാകാം. ഗൾഫിൽ പോയാലും മദീന, ചിലപ്പം യഹ്സാൻ മദീന യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകുന്നുണ്ടാവും. എന്താ യഹ്സാന്? അറിവ് പഠിച്ചിട്ട് മദീന യൂണിവേഴ്സിറ്റി പഠിച്ചൂലേ? ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ. അപ്പൊ അങ്ങനെ ഫ്യൂച്ചറുള്ള കുട്ടികൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. നമ്മളെന്തായിരുന്നാലും ഈ മുതിർന്നവരൊന്നും ഇനിയിപ്പോ മിഡിൽ ഈസ്റ്റിലൊന്നും പോയി പണിയെടുക്കാൻ പോകും. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഈ വാക്ക് ഖുറാനിലുണ്ടോ? അപ്പൊ നമ്മളിങ്ങനെ മൈൻഡ് ചിന്തിച്ചുകൊണ്ടിരിക്കും. മൈൻഡിലും ബഹസ് നടക്കും. ഓക്കെ. അപ്പൊ യബ്ഹസു അൻ അല്ലെങ്കിൽ ബഹസ്തു അൻ സഅതി, ഞാൻ എന്തിനെ കുറിച്ചാണ് തിരയുന്നത്? അൻ സഅതി. അപ്പൊ അൻ വേണം അവിടെ. എന്തിനെ കുറിച്ചാണ് തിരയുന്നത് എന്ന് പറയണമെങ്കിൽ അവിടെ അൻ വേണം കേട്ടോ. അതുകൂടെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ബഹസയുടെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ എന്തായിരിക്കും? അൻ ആയിരിക്കും. അടുത്തത്, അടുത്ത സെന്റൻസ് അമ്മ സഅൽതൽ മുദർരിസ. എന്താ എന്തിനെ കുറിച്ചാണ് അധ്യാപകനോട് ചോദിച്ചത്? അനിൽ ഇംതിഹാൻ, പരീക്ഷയെ കുറിച്ചാണ് ചോദിച്ചത്. ഇംതിഹാന്റെ ഒരു ഇംതിഹാൻ പരീക്ഷ, ഇംതിഹാന്റെ ഒരു പര്യായ പദം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അത് തന്നെ, ഇഖ്തിബാർ. الثالث عشر تأمل المثال ثم اكتب الجمل الآتية بعد تحويل الكلمات المطبوعة بالأزرق إلى جموع. നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ കുറ്റാട് തഹ്തഹു ഖത്ത് എന്നായിരിക്കും ഉണ്ടാവും, അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതായിരിക്കും ഉണ്ടാവും. ഇവിടെ അസ്റഖ് എന്നാണുള്ളത്. തഅമ്മൽ മിസാൽ, എക്സാമ്പിൾ ശ്രദ്ധിച്ച് വായിക്കുക. ثم اكتب الجملة, then write the sentences الآتية, the following. Write the following sentences بعد تحويل الكلمات, after changing the words. After changing the words, which words? ഏത് words ആ ചേഞ്ച് ചെയ്യേണ്ടത്? المطبوعة بالأزرق أو الكلمة التي تحتها خط, അണ്ടർലൈൻ ചെയ്തിട്ടുള്ള കലിമത്ത് മാറ്റണം. ബിൽ അസ്റഖ്, അസ്റഖ് എന്ന് പറഞ്ഞാൽ നീലമുണ്ട്, നീല കൊണ്ട് എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ അടിയിൽ വരയിട്ടുള്ള വാക്കുകൾ മാറ്റിയിട്ട് ഇലാ ജുമൂഇൻ, ജം ആക്കി പറയണം. ജം എന്താണ്? ബഹുവചനം. ബഹുവചനത്തിന്റെ ബഹുവചനമാണ് ജുമൂഅ്. ജംഇന്റെ ബഹുവചനം ജുമൂഅ്. ബഹുവചനങ്ങളിലേക്ക് മാറ്റുക. മനിൽ ഫതൽ ലദി ഖറജ മിനൽ ഫസ്ലിൽ ആന. അപ്പോ ബ്ലൂ ഉള്ളത് അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്തത് ഏത് വാക്കാണ്? അൽഫത്ത. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ അല്ലദിക്ക് ചുവപ്പ് അടയാളം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറഞ്ഞു തരാണ്, ഫത്താകുമ്പോഴത്തേക്ക് അല്ലദി മാറണം. ഫത്താനാണ് നമ്മൾക്ക് മാറ്റാൻ പറയുന്നത്. അതിനെ ഏകോചനം മാറ്റിയിട്ട് ബഹുവചനം കൊടുക്കും. അപ്പൊ എന്ത് വരും? സ്വാഭാവികമായിട്ടും അല്ലദിക്ക് വരും ബഹുവചനം. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഉത്തരം എഴുതിയിട്ടുണ്ട്. മനിൽ ഫിത്തിയത്തുല്ലദീന ഖറജു. മാത്രമല്ല, അല്ല ഇപ്പൊ ഫിത്തിയത്ത് ഫത്താ വന്ന ഫിത്തിയത്ത് വന്നപ്പോ അല്ലദീനയായി
പിന്നെ ഫിഅല് ഖറജ എന്ന ഫിഅൽ എന്താണ്? ഖറജൂ. ഖറജ ഖറജു. ഖറജൂ മിനൽ ഫസ്ലിൽ ആന. ഫസ്ലിൽ ആന. അപ്പോ അടുത്ത ചോദ്യം ഇതാണ്, മനിർ റജുലുൽ ലദീ ദഖല ബൈതകുമുൽ ആന. ദഖല ബൈതകുമുൽ ആന. എന്തൊക്കെ മാറ്റണം? മനി 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 റിജാലുല്ലദീന റിജാലുല്ലദീന ദഖലൂ ദഖലു ബൈതകുമുൽ ആന. ദഖലൂ ബൈതകുമുൽ ആന. നിങ്ങളെ വീട്ടിൽ പ്രവേശിച്ച ആണുങ്ങൾ ആരാണ്? ഐന ത്വാലിബുൽ ലദീ ജാഅ അംസി. അയിന തുല്ലാബുല്ലദീന തുല്ലദീന الذين ജാഊ جاءوا അംസി الذين جاءوا أمس. أمسي. ثلاثة. ضربت الولد الذي ضربني. ضربت الأولاد ഔലാദില്ലദീന ഔലാദൽ أولادي لا أولاد. ഔലാദല്ലദീന ഔലാദല്ലദീന الذين ضربني. لا ضرب ضربني. ضربوني. الذين ضربوني. ഇഹ്സാൻ എന്താണ് മൈക്കോ ഓൺ ചെയ്യാത്തത്? ضربت കൂടെ പറയണം കേട്ടോ, അല്ലെങ്കിൽ നമ്മള് ബേക്കിലായി പോകും. ضربت الأولاد الذين ضربوا അതിന്റെ മീനിങ് മായന ضربت الأولاد ഏതിന്റെ മീനിങ് അറിയാത്തത്? വലതിന്റെ ബഹുവചനം അറിയാത്തത്? ضربت അല്ലല്ല ടോട്ടൽ മായന. എന്താ പറയും? നിങ്ങളെന്നെ പറയും. ضربtu ഞാൻ അടിച്ചു. അൽ ഔലാദു കുട്ടികളെ. ഔലാദു അല്ല ഔലാദ. ഔലാദ. അപ്പൊ എന്നെ അടിച്ച കുട്ടികളെ ഞാൻ അടിച്ചു എന്നോ? അത് തന്നെ. എന്നെ അടിച്ചവരായ അപ്പൊ തമ്മിത്തല്ലായി. ഈ വാക്ക് പഠിക്കണ്ടേ? വാക്ക് പഠിക്കാൻ വേണ്ടിയാണ് അടിച്ചത്. നമ്മള് മറ്റേ എന്താ പറയാ, കരാട്ടെ പഠിക്കാൻ നേരത്തെ പരസ്പരം ഇടിച്ചു പഠിക്കൂലേ, അതുപോലെ. ദറബത്തുൽ ഔലാദല്ലദീന ദറബൂനി. ഈ പറഞ്ഞ കാര്യം, ഈ പോയിന്റ് ആർക്കെങ്കിലും മനസ്സിലായതുണ്ടോ? ഇല്ല ضربوني രണ്ട് സംഗതിയാണ് ഇവിടെ പഠിച്ചത്. ഒന്ന് അല്ലദീ എന്ന് പറയുന്നത് രണ്ട് ഫ്രൈസുകളെ രണ്ട് ഗ്രൂപ്പ് ഓഫ് വേർഡ്സുകളെ യോജിപ്പിക്കാനുള്ളതാണ്. അപ്പൊ അല്ലദീക്ക് അപ്പം അതിന് മുമ്പുള്ളത് ബഹുവചനമാണെങ്കിൽ അല്ലദീന ആക്കണം, ഏകവചനമാണെങ്കിൽ അല്ലദീ വരും, ബഹുവചനമാണെങ്കിൽ അല്ലദീന ചേർക്കണം. ഇനി രണ്ടാമത് പറഞ്ഞത് അല്ലദീന വരുമ്പോൾ ബഹുവചനമാക്കുമ്പോൾ ക്രിയയും ബഹുവചനമാക്കണം. കർത്താവിനെ ബഹുവചനമാക്കുമ്പോൾ ക്രിയയും ബഹുവചനമാക്കണം. ഓക്കെ, അതാണ് മനിൽ ഫത്ത എന്നത് മാറ്റിയിട്ട് മനിൽ ഫിത്തിയത്തു എന്നാണ്. അപ്പം ഫിത്തിയത്ത് വന്നതുകൊണ്ട് പിന്നെ അല്ലദീ മാറ്റിയിട്ട് അല്ലദീന വരണം. അപ്പൊ ഫിത്തിയത്ത് ആയതുകൊണ്ട് ഖറജയ്ക്ക് പകരം ഖറജു എന്നാണ്. രണ്ടാമത്തേത് മനിൽ റജിലു എന്നിടത്ത് മനിൽ റിജാലു ആക്കുമ്പോൾ അല്ലദീ മാറിയിട്ട് അല്ലദീന വരണം, ദഖല മാറിയിട്ട് ദഖലൂ വരണം. അതേപോലെ അതിനെ താലിബു എന്നിടത്ത് അതിനെ തുല്ലാബാക്കുമ്പോൾ അല്ലദീ മാറിയിട്ട് അല്ലദീന വരണം, ജാ മാറിയിട്ട് ജാഊ വരണം. അതേപോലെ ദറബത്തു വലദ എന്ന് പറഞ്ഞിടത്ത് ദറബത്തുൽ ഔലാദമാകുമ്പോൾ ഔലാദിന് ശേഷം അല്ലദീന. പിന്നെ ഔലാദ് ആയതുകൊണ്ട് ദറബനി മാറ്റിയിട്ട് ദറബൂനിയാണ്. അപ്പൊ അതേപോലെ ഇവിടെ എന്തുണ്ട്? ദറബൂനിക്കും നമ്മൾ നൂന് വെക്കാത്ത ചേർത്തു. എന്തുകൊണ്ടാ? ദറബൂ എന്ന രൂപം അവിടെ സേഫ് ആയിട്ടുണ്ടാകാം അവിടെ. അപ്പം പിന്നെ ഒരു വ്യത്യാസമുള്ളൂ, ദറബൂ എന്ന് പറയുന്നിടത്ത് അവസാനം ഒരു അലിഫുണ്ട്. പക്ഷെ നൂന് വെക്കാത്ത ചേർത്ത് യാൽ മുത്തലും ചേർത്താൽ അവിടെ അലിഫ് ഉണ്ടാവില്ല. അവസാനമുള്ള അരിഫ് അത് സ്വതന്ത്രമായ അരിഫാണല്ലോ. നമ്മൾ ബഹുവചനത്തിന്റെ വാവാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഒരു അരിഫിടുന്നത്. ദറബ ദറബൂ അവസാന അരിഫുണ്ട്. പക്ഷെ അതിനുശേഷം വേറെ ഒരു വാക്ക് ചേർന്ന് വന്നാൽ എന്തായി? ആ അലിഫ് അങ്ങ് പോകും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. നൂന് സേഫ്റ്റി നൂന് അവിടെ വേണം. ഇട്ടിട്ട് വാവിന്റെ മുകളിൽ അംസാണല്ലോ ഇറങ്ങേ. വാവിന്റെ മുകളിൽ അതെ. പിന്നെ അലിഫ് ഇറങ്ങണം അവിടെ, വേണമല്ലേ?
ജാഊ എന്ന് പറഞ്ഞിടത്ത് എന്താണ്? ജാഊ എന്ന് പറഞ്ഞിടത്ത് വാവിന്റെ മുകളില് ഹംസറ്റാറ് ഹംസ് വാവ് നീട്ടാണ് വാവ് വേറെ എഴുതണം. അപ്പൊ അലിഫാണ്. മഞ്ഞത്തെ ആരാ ക്ലാസ് സംസാരിക്കുന്ന ആരാ? എന്റെ ക്ലാസ്സിലാണ് എന്റെ ഇടയിൽ കണ്ടപ്പോ മെസ്സേജ്. പിന്നെ ക്ലാസ്സിന്റെ ഇടയിലാണ് സംസാരിക്കുന്നത് നമ്മൾക്ക് പറയണം. അപ്പൊ എന്താണ് അവിടെ നീട്ടാനുള്ള വാവ് വേണം കേട്ടോ. പിന്നെ അവിടെ എന്ത് വേണം? അലിഫും വേണം. അല്ലെങ്കിൽ ജാഊ. അപ്പോ വാവുൽ ജമാഅത്തിൽ അവസാനിക്കുകയാണെങ്കിൽ വാവുൽ ജമാഅത്തിൽ സപ്പോർട്ടായിട്ട് അലിഫ് വേണം. നമ്മൾ മുമ്പ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. വാവുൽ ജമാഅത്തില്ലേ ബഹുവചനത്തിന്റെ വാവിൽ അവസാനിക്കുകയാണെങ്കിൽ അവിടെ എന്ത് വേണം? അലിഫ് വേണം. അലിഫ് വേണം. ഓക്കെ. ജാഊ വരുമ്പോഴത്തേക്ക് ജാഊ എന്ന് എഴുതുമ്പോഴത്തേക്ക് ഇതാണ് ഹംസ് താഴത്തെ എഴുതുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്? നീട്ടാൻ വാവിടും. എന്താ കാര്യം? ഹംസിന് മുമ്പുള്ളത് ദീർഘാക്ഷരമാണ്. ഹംസിന് മുമ്പുള്ള ദീർഘാക്ഷരമാകുമ്പോ ഹംസ് എന്ത് ചെയ്യും? താഴത്തെ എഴുതും, ഓൺ ദ ഫ്ലോർ. അപ്പൊ താങ്ങാൻ ആരും ഉണ്ടാവില്ല. വാവിന്റെ താഴെയാണ്. അല്ലല്ല, വാവിന്റെ താഴെയല്ല, ഒറ്റക്ക്. ഒന്നിന്റെ മുകളിലല്ല, ഒറ്റയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട്. അതെ, നോക്കി സാരിസ് ലറബത്തുൽ വലതല്ലെങ്കിൽ അല്ല അപ്പൊ വാവ് വേണ്ടേ? അല്ല, വാവ് വേണം. വാവ് ദീർഘത്തിന്റെ വാവ് വേണം. പിന്നെ അലിഫ് വേണം. അലിഫ് വേണം. വാവുൽ ജമാഅത്തിൽ അവസാനിക്കുകയാണെങ്കിൽ അവിടെ അലിഫ് വേണം. വാവുൽ ജമാഅത്ത് ബഹുവചനത്തിന്റെ വാവിൽ അവസാനിക്കുന്നിടത്ത് അലിഫ് വേണം. അത് വേറെ വിഷയം. ഹംസ് എവിടെ എഴുതണമെന്ന് ചോദിച്ചതുകൊണ്ടാണ്. ഹംസ് ഒന്നിന്റെ മുകളിലല്ലേ, സ്വതന്ത്രമായിട്ടാണ് എഴുതുക. അതിനുശേഷം നീട്ടാനുള്ള വാവ് വേറെ വേണം. ഈ അബ്ദുറഹ്മാൻ പി എന്താ മിണ്ടാത്തത്? ഒരു ഉത്തരം പറഞ്ഞില്ലല്ലോ നിങ്ങള്. എല്ലാവരുടെ മൈക്രോഫോൺ ഞാൻ നോക്കിണ്ടിരിക്കുകയാണ് കേട്ടോ. ആരൊക്കെയാണ് മിണ്ടുന്നത്, ആരൊക്കെ സംസാരിക്കുന്നൊന്നും കേൾക്കാം ക്ലാസ്സിലല്ലാതെ. تأمل المثال في مكتوب الجمل الآتية بعد تحويل الكلمات المطبوعة بالأحمر إلى جمهور. നേരത്തെ അസ്റഖ പറഞ്ഞത് ഇവിടെ വേറൊരു വാക്കായിരിക്കും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടാവുക. അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്കിനെ എന്ത് ചെയ്യണം? ബഹുവചനമാക്കണം. അവൻ നേരത്തെ പറഞ്ഞത് അവിടെയും ബാധകമാകും. നേരത്തെ അണ്ടർലൈൻ ചെയ്തത് അതിന് തൊട്ട് മുമ്പുള്ളതിനായിരുന്നു. അപ്പോഴെന്തായി? അതിന് ശേഷമുള്ളതിനെ ബഹുവചനമാക്കണം. അതേപോലെ ക്രിയയും ബഹുവചനമാക്കണം. ചോദ്യം മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അത്താലിബത്തു അല്ലത്തി ദഖലത്തിൽ ഫസില അൽ ആന മിനൽ ഹിന്ദി. എന്താ അർത്ഥം? അത്താലിബത്തുല്ലത്തി ദഖലത്തിൽ ഫസില, ഇപ്പോൾ ക്ലാസ്സിൽ കയറിയ പെൺകുട്ടി അല്ലെങ്കിൽ സ്റ്റുഡന്റ്, ഗേൾ സ്റ്റുഡന്റ്. ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ നിന്നുള്ളവളാണ്. ഇന്ത്യയിൽ നിന്നുള്ളവളാണ്. അപ്പൊ എന്ത് ചെയ്യണം? അതിന് അല്ലത്തിയെ ബഹുവചനമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് അല്ലത്തിയാണ്. അല്ലത്തിയെ ബഹുവചനമാക്കിയാൽ എന്താവും? അല്ല, അതിന്റെ മുകളിന് മുമ്പുള്ളതിനെ മാറ്റണ്ടേ? താലിബാത്താക്കണം. അല്ലാതെ വെറുതെ അല്ലാത്തി ആക്കിയാൽ ശരിയാവില്ലല്ലോ. താലിബത്തില്ലാത്തി എന്ന് പറയാൻ പറ്റില്ല.
എന്നാ പിന്നെ അല്ലാത്തിയുള്ള പുസ്തകത്തിൽ ആയത്ത് പറയും, ഖുറാൻ ആയത്ത് പറയും അല്ലാത്തിയുള്ള. പുസ്തകത്തിൽ കഴിഞ്ഞ പ്രാവശ്യം താലിബാത്തിന്റെ പറഞ്ഞതല്ലേ. എന്താണ് പുസ്തകത്തിൽ താലിബാത്തിന്റെ അടിയിലാണ് വരച്ചേക്കുന്നത്. താലിബാത്തിന്റെ അടിയിലാണ് വരെയുള്ളത്. ആ تعمل مثال مكتوب الجمل العادية بعد تغيير الكلمات المطبوعة بالأحمر إلى جموع. മുമ്പ് റജുലിന്റെ അടിയിലാണ് വരച്ചേക്കുന്നത്, താലിബയുടെ അടിയിലാണ് വരച്ചേക്കണം. അപ്പൊ അതുപോലെ അതനുസരിച്ച് താലിബയുടെ അടിയിലാണ് വരേണ്ടത്. നിങ്ങൾ വരേണ്ടതെന്നാണോ പറയുന്നത്? നിങ്ങളിപ്പോ വര ഇട്ടിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് നോക്കൂ. വര ഇട്ടിരിക്കുന്നത് എങ്ങനെയാണ്? താലിബത്തിന്റെ അടിയിലാണ് വരച്ചേക്കുന്നത്. ആണോ? അപ്പൊ ചോദ്യം എന്താ? ചോദ്യം എന്താ? ഇതിന് നേരെ തൊട്ട് മുമ്പത്തല്ലേ ഇതില് 14-ാമത്തെ ചോദ്യത്തില് 14-ാമത്തെ ചോദ്യം എന്താ? താമൽ മിസാൽ സുമക്തിബൽ ജുമല എന്ന് പറഞ്ഞില്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 14 തമ്രീൻ 14. പതിമൂന്നിന്റെ സെയിം പാറ്റേൺ തന്നെയാണ്. ചോദ്യം വായിക്കൂ സുഹൃത്തെ. തഅമ്മൽ മിസാല് സുമ്മക്തബ് ജുംലൽ ആത്തിയ ബഅദ തഹ്വീൽ കലിമാത്തില്ലതി തഹതഹ ഹത്ത ഇല ജുമൂഅ്. എന്നിട്ട് താലിബത്തിന്റെ അവിടെയാണ് ഇട്ടിരിക്കുന്നത് അല്ലേ? ആ 13-ന്റെ ക്വസ്റ്റ്യന്റെ അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്തായിരുന്നാലും എഫക്റ്റ് ഒന്നും തന്നെയാണ്. എഫക്റ്റ് രണ്ടും സെയിം ആണ്. എഫക്റ്റ് രണ്ടും ശരിയാണ്. താലിബത്തിലാണ് തെറ്റി. അപ്പൊ ഇവിടെ നേരത്തെ ഉദ്ദേശിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന പുല്ലിംഗമാണ്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്ത്രീലിംഗമാണ്. അല്ലദീനയും വന്നു, ഇവിടെ അല്ലാത്തി. അപ്പൊ അല്ലാത്തിയുള്ള ആയത്ത് പറയും. അല്ലാത്തി യഅ്തീനൽ ഫാഹിഷത. അപ്പം അതെ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? എന്താ? ഭാഷത്തുള്ള പെണ്ണുങ്ങളെ കുറിച്ചല്ല, നല്ല പെണ്ണുങ്ങളെ കുറിച്ച് പറയാൻ പറ്റില്ല. നല്ല പെണ്ണുങ്ങളെ കുറിച്ച് പറഞ്ഞ ആയത്തൊന്നുമില്ലേ? അതെന്താണ്? അല്ലാത്തി തത്ത് കുറഞ്ഞ എന്നാണോ? എന്താ പറഞ്ഞേ? അല്ലാത്തി കണ്ടുപിടിച്ചില്ല. നാളെ കറക്റ്റ് നോക്കിയിട്ട് പറയാം. നല്ല പെണ്ണുങ്ങളെ കുറിച്ച് പറയും. ഓക്കെ, താലിബത്തു വെറുതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചിന്തിക്കണമല്ലോ, ചിന്തയും കൂടെ പ്രവർത്തിക്കണ്ടേ. അപ്പൊ താലിബാത്തുല്ലാത്തി ദഖൽന അൽ ഫസ്ല. അപ്പൊ താലിബാത്തിന് വന്നാൽ ദഖലയ്ക്ക് പകരം എന്ത് വരണം? ദഖൽന. അപ്പൊ ഫത്തഹയാണെങ്കിൽ എങ്ങനെ വരും? ഫത്തഹയുടെ ദഖലിന്റെ സ്ഥാനത്ത് ഫത്തഹ വന്നാൽ എന്ത് വരണം? ഫത്തഹന. അപ്പൊ ക്രിയയുടെ അവസാനത്തെ അക്ഷരത്തിന് സുക്കൊണ്ടിട്ട് നൂനിൻ നിസ്വത്ത് ചേർക്കണം. നേരത്തെ വാവുൽ ജമാഅത്ത് എന്ന് പറഞ്ഞ പോലെ ഈ നൂനിന്റെ പേരാണ് നൂനുൻ നിസ്വത്ത്, പെണ്ണുങ്ങളുടെ നൂന്.
കേട്ടോ. നിസ്വ നിസാ എന്ന് പറയുന്ന പോലെ നിസ്വത്ത് എന്ന വാക്കുണ്ട് ഖുറാനിൽ. നിസായിന് പകരമായിട്ട് നിസ്വത്ത് എന്ന വാക്ക് ഖുറാനിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ. وقال نسوة في المدينة امرأة العزيز تراود فتاها. അന്നഫ്സി നഫ്സി. അതെ, എല്ലാം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇത് വരുമ്പോൾ അത് ചിന്തിച്ചുകൊണ്ട് അത് കൊണ്ടുവരണം. അതാണ് വിഷയം. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ചിന്തിച്ച് പറയുന്നത്. അങ്ങനെ പ്രവർത്തിച്ചാലേ നമ്മുടെ ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ഇത്രയും പണിയെടുക്കുന്നത് ഖുർആൻ വായിക്കുമ്പോൾ അതിന്റെ ആഴത്തിൽ ചിന്തിക്കാൻ വേണ്ടിയാണ്. ഈ പരിഭാഷ മാത്രം വായിച്ചിട്ട് ഖുർആന്റെ അർത്ഥം പഠിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പരിഭാഷ മാത്രം വായിച്ചു, ആ ഭാഷയൊന്നും പഠിച്ചിട്ടില്ല. അവർക്ക് ഖുർആൻ എവിടെ എടുത്ത് നോക്കിയാലും ഖുർആന്റെ അർത്ഥം പറയാൻ പറ്റും. ഒരുപാട് സത്യവന്മാരുണ്ട്, അവര് ഖുർആന്റെ വാക്കർത്ഥം പറഞ്ഞുതരും. പക്ഷെ അതിനപ്പുറം ചോദിക്കരുത്. അവിടെ അങ്ങനെയാണോ, എന്തുകൊണ്ടാണ്, അതിന്റെ മുതാരി എന്താണ്, മാവി എന്താണ്, അമ്പെന്താണ്, നെഹി എന്താണോ ചോദിച്ചാൽ കൊടുക്കും. അപ്പൊ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ സെക്കൻഡറി ലെവലിലേക്ക്, ഖുർആന്റെ അടുത്ത തട്ടിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ ലാംഗ്വേജ് ആയിട്ട് പഠിക്കും, ഭാഷയായിട്ട് പഠിക്കും. ഓക്കെ, അതിനാണ് നമ്മൾ പാടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? നേരെ ഇത് ഖുർആനുമായിട്ട് തട്ടിച്ചു നോക്കണം. അപ്പോ ദഖൽനൽ ഫസ്ല, അപ്പൊ ഫതഹന, അപ്പൊ ലറബ പഠിച്ച ആ പെണ്ണുങ്ങൾ അടിച്ചു എങ്ങനെ പറയും? അല്ലാത്തി വേണ്ട, അല്ലാത്തി ലറബയുടെ എന്ത് വാക്ക് ഉപയോഗിക്കണം? ലറബന എന്ന് പറഞ്ഞപ്പോ തന്നെ മനസ്സിലായല്ലോ. ലറബന, ആ പെണ്ണുങ്ങൾ അടിച്ചു. ഫതഹു, അവർ തുറന്നു. ഫതഹു, ആ ആണുങ്ങൾ തുറന്നു. ഫതഹന, ആ പെണ്ണുങ്ങൾ തുറന്നു. അല്ലേ? ദഖൽന, ആ പെണ്ണുങ്ങൾ പ്രവേശിച്ചു. ലറബന, ആ പെണ്ണുങ്ങൾ അടിച്ചു. സോറി, അതെ, ദഖൽന, ആ പെണ്ണുങ്ങൾ പ്രവേശിച്ചു. ലറബന, ആ പെണ്ണുങ്ങൾ അടിച്ചു. അപ്പൊ അല്ലാത്തി ദഖൽനൽ ഫസ്ല ആന മിനൽ ഹിന്ദി, അപ്പൊ പ്രവേശിച്ച, ഇപ്പോൾ ക്ലാസ്സിൽ പ്രവേശിച്ച ആ ഗേൾ സ്റ്റുഡൻസ് ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. അപ്പോ അൽ ഫതാത്തു, ഫതാത്തിന്റെ ബഹുവചനം അൽ ഫതയാത്തു അല്ലാത്തി, പിന്നെ മറിയം. അപ്പം എങ്ങനെ മാറ്റണം? അൽ ഫതയാത്തുല്ലാത്തി ഇൻദൽ മുദീറത്തി, എന്ത് പറയണം? മുഖത്തിന് പകരം അഖവാത്തു മറിയം. കാരണം അൽ ഫതാത്ത് പറഞ്ഞപ്പോഴാണ് ഉഖ്ത് എന്ന് പറഞ്ഞത്. ഫതാത്തിന്റെ ബഹുവചനം പറഞ്ഞാൽ അൽ ഫതയാത്തു അല്ലാത്തി ഇൻദൽ മുദീറത്തി അഖവാത്തു മറിയം. അഖവാത്തു മറിയമ്മ എന്നല്ല വരണ്ടേ? അതെ, ഇവിടെ ഉഖ്തു മറിയം എന്നുള്ളിടത്ത് മറിയമിന്റെ അടയാളം മാറ്റേണ്ട കാര്യമില്ലല്ലോ. അഖവാത്താക്കുമ്പോ മറിയമിന്റെ അടയാളം മാറ്റേണ്ട കാര്യമില്ലല്ലോ. ഉഖ്തു മറിയമ എന്നുള്ളത് മറിയമീ എന്നാണ് വരേണ്ടത്. അതെ, മറിയമീ എന്ന് വരുന്നിടത്ത് പെണ്ണുങ്ങൾക്ക് ഒരിക്കലും കസ്ർ വരില്ല. അപ്പൊ മറിയമ്മ വരും. പെണ്ണുങ്ങൾക്ക് കസ്ർ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ കസ്റിനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടാണ് സ്ത്രീകൾക്ക്. സ്ത്രീകളുടെ പേരിൽ ചെയ്യാൻ പറ്റില്ല, കസ്ർ കൊടുക്കാൻ പറ്റില്ല. അപ്പോ ഇവിടെ ഉഖ്തു മറിയം എന്നത് അഖവാത്ത് മറിയം എന്ന് ആക്കുമ്പോഴും അതേ അർത്ഥം, അതേ പ്രയോഗം തന്നെയാണ്. അഖവാത്ത് മറിയം, അറിയാമ, അത്രയേ ഉള്ളൂ. ഇനി അത്തബീബത്തു അല്ലത്തി എന്ത് ചെയ്യണം?
ആ في മുസ്തഷ്ഫൽ مستقبل വിലാദത്തി മുസ്തഷ്ഫൽ വിലാദത്തി انجلترا മിൻ ഇംഗൽത്തറ ഈ ആ നിങ്കൽത്തറ ഭാഗത്തില്ല. അവിടെ രണ്ട് വാക്ക് മാത്രം മാറ്റിയാൽ തബീബാത്തുൽ ലാത്തി ഈ മുസ്തഷ്ഫൽ വിലാദത്തി. മുസ്തഷ്ഫൽ വിലാദത്ത് എന്താണ്? മെറ്റേണിറ്റി ഹോസ്പിറ്റൽ. ആശുപത്രി. ഹോസ്പിറ്റൽ നിങ്കൽത്തറ ഇംഗ്ലത്തറയിൽ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഇംഗ്ലണ്ടിൽ നിന്നുള്ളതാണ്. ഇനി ഇംഗ്ലണ്ടിൽ അടുത്തത് നിന്ന് ഇംഗ്ലണ്ടിൽ നിന്നുള്ള അൽ മർഅത്തുൽ ലത്തി എന്ത് ചെയ്യണം? അന്നിസാ ഉല്ലാത്തി. ആ മർഅത്തിന് ബഹുവചനമില്ല. മർഅത്തിന് ബഹുവചനം വേണ്ടി വരുമ്പോൾ നിസാ ആണ് എടുക്കുക. നിസാന് ഏകവചനം വേണ്ടി വരുന്നാൽ മർഅത്താണ് എടുക്കുക. ഇനി മർഅത്തിന് അല്ലില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇമ്രാത്തു. ആ മർഅത്തിന് അല്ലില്ലെങ്കിൽ ഇമ്രാത്ത് എന്നാണ് എഴുതുക. ഇമ്രാത്ത്. ഇമ്രാത്ത് 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 ഇമ്രാനുണ്ട്, ഇമ്രാത്ത് ഫിറൗനുണ്ട്, ഒരുപാട് ഇമ്രാത്ത്. ഇമ്രാത്ത് ലൂത്തുണ്ട്. അതേസമയം അൽ വരുമ്പോ അൽ മർഅത്ത് എന്ന് പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ വാക്കിൽ നിന്നും ആണിനെ എങ്ങനെ പറയാം? റജുല. റിജാല് അല്ലല്ലല്ലേ, മർഅത്തിന്റെ അതേ വാക്കിൽ നിന്നും പുരുഷനെ പറയണം. വേറെ അക്ഷരം മാറിയില്ലേ? മർഅത്തിന്റെ വാക്കിൽ നിന്ന് നൽകൂ. മർഅത്ത് പെണ്ണ്, ഇമ്രഅൻ ഇമ്രഉൻ ആണ് കേട്ടാ. അപ്പം ഇതേ സംഭവങ്ങളൊക്കെ അവിടെയുണ്ട്. അതിൽ നിന്ന് ഇമ്രാൻ വരുന്നത് ഇമ്രാൻ പേരല്ല. അത് വേറെ അത് അയിനാണ്. അത് അയിനാണ്. ഇമ്രാൻ. ഇനി മർഅത്തിന്റെ അൽ മർഅത്തു എന്ന് വന്നാൽ അതിന് എന്ത് പറയും? അൽ മർഉ. അൽ മർഅത്തിന് പുല്ലിംഗം അൽ മർഉ. അൽ മർഉ. അപ്പൊ അവിടെ അല്ലില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇമ്രുഉൻ. 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 ഇനി ആ ഇമ്രുഉന് നേരത്തെ പറഞ്ഞ പോലെ കെസ്റ് വന്നാൽ എന്ത് ചെയ്യണം? ഇംരിഇൻ. കുല്ലുംരിഇൻ മിൻഹും. ലമ്മ വന്നപ്പോ എന്തായി? ഇനിമ്രുഉൻ ഹലക എന്ന് പറഞ്ഞു. കെസ്റ് വന്നപ്പോ കുല്ലിംരിഇൻ. അത്ര എവിടെയാണ്? ഇമ്രഅ. ഇമ്രഅ സൗഇൻ. മാ കാന അബൂക്കി ഇമ്രഅ സൗഇൻ. ഓക്കെ. ഒരു വാക്ക് പഠിച്ചാൽ അതുമായി ബന്ധപ്പെട്ട വാക്കുകളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം തീർന്നു. പിന്നെ അത് വേറെ പഠിക്കാൻ ഇത് വേറെ പഠിക്കാൻ നിൽക്കണ്ട. ഓക്കെ. ഇനി നമ്മൾ പഠിച്ച സംഗതിയാണ് അൽ അസ്മാ ഉൽ മൗസൂല. നമ്മൾ അല്ലദീനൊക്കെ പറഞ്ഞില്ലേ? അവരുടെ പേരെന്താണ്? അല്ലദീന, അല്ലത്തി, അല്ലാത്തി എന്ന് പറയുന്ന അവരുടെ പേരെന്താണ്? അവരുടെ പേരാണ് അസ്മാ ഉൽ മൗസൂല. അൽ അസ്മാ ഉൽ മൗസൂലത്തു. കണക്റ്റിംഗ് വേർഡ്സ്, നൗൺസ്. അൽ അസ്മാ ഉൽ മൗസൂല. അല്ല, കണക്റ്റീവ് വേറെ വാക്കുണ്ട്. ഇംഗ്ലീഷിൽ വേറെ വാക്കാ പറയുന്നത്. കൺജങ്ഷൻ എന്ന് പറയാം. കൺജങ്ഷൻ അല്ല, ഇന്റർജെക്ഷൻ. അല്ലല്ല, ആ വാക്കല്ല. അല്ലതീക്ക് എന്ന് വേറെ വാക്ക് പറഞ്ഞോളെ ആ വാക്ക് വിട്ടുപോയി. പറയാം, ഓർമ്മയിലും പറയാം. അല്ലദീന, അല്ലാത്തി അവരുടെ പേരാണ് അസ്മാ ഉൽ മൗസൂല. ഇസ്മു മൗസൂല. അല്ലദീ ഒരെണ്ണാണ് പറയുന്നതെങ്കിൽ ഇസ്മു മൗസൂല. ബഹുവചനമാണെങ്കിൽ അൽ അസ്മാ ഉൽ മൗസൂല. രണ്ട് ഫ്രൈസുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന വാക്ക്. രണ്ട് ഫ്രൈസുകളെ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പ് ഓഫ് വാക്കുകളെ തമ്മിൽ ബന്ധപ്പെടുത്തുന്ന വാക്കാണ് അൽ അസ്മാ ഉൽ മൗസൂല. അല്ലദീ, അല്ലദീന, അല്ലത്തി, അല്ലാത്തി പോലുള്ള വാക്കുകൾ. അപ്പോ അൽ മുഫ്രദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സിംഗുലർ. അതിന് മുമ്പ് ഒരെണ്ണം കിടപ്പുണ്ട്, അൽ മുദക്കറു. മുദക്കർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മെയിൽ ഓർ മസ്കുലിൻ. അൽ മുഅന്നസ് എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗം, ഫെമിനിൻ.
അത് കഴിഞ്ഞിട്ട് അൽ മുഫ്രദ് എന്ന് പറഞ്ഞാൽ സിംഗുലർ. അപ്പൊ മുസക്കറിന് 2 വരി എഴുതിയിട്ടുണ്ട് കേട്ടോ. മുസക്കറിന് 2 വരി എഴുതിയിട്ടുണ്ട്, അല്ലദീൻ അല്ലദീൻ അടക്കം. മുഅന്നസിന് 2 വരിയുണ്ട്, അല്ലത്തീം അല്ലാത്തീം. അപ്പം പിന്നെ മുഫ്രദിന് മനിൽ ഫതൽ ലദീ ദഖല, ഇതൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് വിശദീകരിച്ചാണ്. അല്ലദീൻ അല്ലദീന, അല്ലദീന ബഹുവചനം അല്ലദീന. പിന്നെ ജം വരുമ്പോൾ ബഹുവചനം വരുമ്പോൾ അല്ലദീന ദഖലു, അല്ലദീക്ക് പകരം അല്ലദീനാണ്. പിന്നെ അപ്പൊ മുഫ്രദ് എന്ന് പറഞ്ഞാൽ സിംഗുലർ, ജംഅ് പ്ലൂറൽ. അത് തന്നെ ഇവിടെയും അല്ലത്തി മനിൽ ഫതാത്തുല്ലത്തി. ഇപ്പൊ ജം വരുമ്പോൾ മനിൽ ഫതയാത്തുല്ലാത്തി ദഖൽന. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മുഫ്രദ് ദഖലത്തിൽ ഫസ്ല. അൽ മുഫ്രദ് മനിൽ ഫതാത്തുല്ലത്തി ദഖലത്തിൽ ഫസ്ല. ബഹുവചനം വരുമ്പോൾ അൽ ഫതയാത്തുല്ലാത്തി ദഖൽനൽ ഫസ്ല അൽ ആൻ. അവിടെ പാഠം തീർന്നു കേട്ടോ. ആർക്കെങ്കിലും വിറക്കം വരുന്നുണ്ടോ? കവ്വിൻ ജുമലൻ മുസ്താമിലിൽ കെലിമാത്തിൽ ആത്തിയ. ഈ കെലിമാത്തുകൾ കൊണ്ട് വാക്യങ്ങൾ ഉണ്ടാക്കണം. വാക്യത്തിൽ പ്രയോഗിച്ചിട്ട് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. റഫ, ഖലഖ, ആദ. ആദയുടെ അർത്ഥം എന്താണ്? ആദ മഅനാഹു റജഅ അല്ലേ? നമ്മള് അറബി തന്നെ അർത്ഥം പഠിച്ചല്ലേ. അപ്പൊ അറബി പഠിച്ച അർത്ഥം പഠിച്ച അറബി തന്നെയല്ലേ. അൽ ജദ്ദു മാ മഅന അൽ ജദ്ദു? അബുൽ അബുൽ അബി, അബുൽ അബി, അബുൽ അബി, അബുൽ അബി, അബുൽ ഉമ്മി. മിമ്മ എങ്ങനെ വന്നത്? മിൻ പ്ലസ് മാ. മിൻ ജായിദ് മാ, ബിമ മിൻ പ്ലസ് മാ. അപ്പൊ അതെല്ലാം നമ്മളിപ്പോ പഠിച്ചു. അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? സെന്റൻസ് എഴുതിയിട്ട് ഗ്രൂപ്പിലാണ്. അൽ കലിമാത്തു ജദീദത്തു. ഖായിമത്തുൻ എന്താ? ഖായിമത്തുൻ രജിസ്റ്റർ. രജിസ്റ്റർ എന്നോ അല്ലെങ്കിൽ ടേബിൾ എന്നോ ഒക്കെ പറയാം. അതിന്റെ ബഹുവചനമാണ് ഖവായിം. പിന്നെ മഅനൻ, മഅനൻ. അപ്പൊ അതിന്റെ വ്യത്യസ്ത രീതിയൊക്കെ നമ്മൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആലിപ്പിട്ട് എഴുതണം. ചേർത്ത് മഅനയുടെ കൂടെ ഹ വന്ന് മനാഹു. ഈ മഅനക്ക് തൻവീൻ ഫതഹ് ഇടണം. അതാണ് പറയുന്നത്. മഅനൻ എന്ന് പറയുമ്പോൾ നൂനിന് തൻവീൻ ഫതഹ് ഇടണം, അലിഫ് യാന്റെ ഷേപ്പിൽ എഴുതണം. അതിന് ശേഷം സർവനാമം ചേർന്ന് വന്നാൽ യാ ഷേപ്പ് മാറിയിട്ട് പിന്നെ സർവനാമം ചേർന്ന് വരുമ്പോൾ തെൻവീൻ ഉണ്ടാവില്ല. സർവനാമം ചേർന്ന് വരുമ്പോൾ തെൻവീൻ ഉണ്ടാവില്ല. കാരണം എന്താണ്? ഇലാഫത്താണ്. അതിന് മറ്റൊന്നിലേക്ക് ഇലാഫത്ത് ചെയ്യുന്നതോടുകൂടി ഒന്നാമത്തേനെ തെൻവീൻ പോയി. മഅനൻ എന്നുള്ളത് മഅനാഹു. അങ്ങനെയല്ലേ? പത്തൻ അങ്ങനെ തന്നെ. അവസാനം തീനും പിന്നെന്താ? മഅനത്തീൻ. അറബിയിൽ എന്ത് പഠിച്ചു നമ്മള്? കളിമണ്ണ്. എന്താ അറബിയിൽ എന്താ പഠിച്ചത്? التراب المختلط بالماء. نار. علاقة എന്താ? علاقة റിലേഷൻ. علاقة ബഹുവചനമാണ് علاقات. لحظة. ലഹ്ളത്ത് എന്താ അർത്ഥം? നിമിഷം. നമ്മൾ സംസാരിക്കുന്ന ഓൺ മൂവ്മെന്റ് എന്ന് പറയില്ലേ? ഓൺ മൂവ്മെന്റ് എന്ന് പറയുന്നതിന് അറബികൾ എന്ത് പറയും? ലഹ്ള. ദഖീഖ എന്നും പറയും. നമ്മൾ 1 മിനിറ്റ് എന്ന് പറയുന്നതിന് പകരം അവർ ദഖീഖ എന്ന് പറയും. ദഖീഖ എന്ന് പറയും. അതേപോലെ 1 നിമിഷം എന്ന് പറയുന്നെങ്കിൽ ലഹ്ള. ജറസ്. അതിന്റെ ബഹുവചനമാണ്, ജറസിന്റെ ബഹുവചനമാണ് ജറാസ്. ഖായിമത്തിന്റെ ഖുർആനിലെ വാക്കെന്താ? അർത്ഥം എന്താ? നിലനിൽക്കുന്നത്. നിലനിൽക്കുന്നത്. അപ്പൊ അതേപോലെ ഇവിടെ ഒരു വാക്കുണ്ട് ഇദ്ദത്ത്.
എണ്ണം ഇദ്ദത്ത് ആ അശ്ഹുരി. യുദ്ധത്തിന്റെ എണ്ണം. ആ യുദ്ധത്തിന് എണ്ണം. ഈ അതേ അർത്ഥത്തിൽ തന്നെ ഖുർആൻ വന്നിട്ടുണ്ട്. അതേ സമയത്ത് അല്ലാതെ ഇദ്ദയും വന്നിട്ടുണ്ട്. രണ്ട് ഇദ്ദയും ഖുർആൻ മെനി വന്നിട്ടുണ്ട്. മെനി എന്നുള്ള അർത്ഥം ഉണ്ടല്ലേ? ആ ഇവിടെ മെനി എന്ന അർത്ഥമുണ്ട്, ഇദ്ദത്തിന് എന്ന എണ്ണം എന്ന അർത്ഥമുണ്ട്. അതേ അർത്ഥത്തിൽ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതേപോലെ അത് ഇദ്ദ എന്ന് പറയുന്നുണ്ടല്ലോ, ഇദ്ദ ആചരിച്ചു, ആ അർത്ഥത്തിൽ ഉം. ഖുർആൻ വന്നിട്ടുണ്ട്. ഇദ്ദത്തുഹുന്ന ഇദ്ദത്തുഹുന്ന സലാസത്തു അശ്ഹുർ, അല്ലെങ്കിൽ പിന്നെ അല്ലാതെ പറഞ്ഞ എന്താണ് ഇദ്ദത്ത, അല്ലാതെ യുദ്ധ വന്നിട്ടുണ്ട്. യുദ്ധത്തിൽ ഹദറ യഹ്ദുറുവിന്റെ ക്രിയാധാതുവാണ് എന്ത്? ഹാദിറും ഹുദൂർ. അല്ല ഹാദിർ എന്ന് പറഞ്ഞാൽ ഹദറ യഹ്ദുറുവിന്റെ കർത്താവാണ്, ഇസ്മു ഫായിലാണ് ഹാദിർ. ഹുദൂർ, ഹുദൂർ പ്രസൻസ്, പ്രസന്റായി ഹുദൂർ പ്രസൻസ്, പ്രസൻസ്. പ്രസൻസ് സാന്നിധ്യം. ഉം. ഹാജർ ഇതാ ഹാജർ ഹദറ ഹാജർ ഹാജർ. ഇതാ ഹദറൽ മൗത്ത് എന്ന് പറയുന്നത് അല്ലേ? ആ ഹദറ. ഇതാ ഹദറ മൗത്ത് എന്നാണ്. ഇതാ ഹദറൽ അങ്ങനെയല്ലേ? മൗത്തു. ആ, ഉം. മരണമാസന്നമായാൽ. നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾക്ക് നിക്കാഹിന് ഒരാൾ നിക്കാഹിന് വന്നപ്പോഴത്തേക്ക് അയാളോട് ചോദിച്ചു, നിനക്ക് എന്താണ് നിക്കാഹിന് പെണ്ണിന് മഹർ കൊടുക്കാൻ നിന്റെ അടുത്ത് എന്താ ഉള്ളതെന്ന് ചോദിച്ചു. അയാളോ എന്റെ അടുത്തൊന്നുമില്ല. അല്ല, ഒരു ഇരുമ്പിന്റെ മോതിരം കൊടുക്കാൻ പറ്റും, ഇത് ഇരുമ്പും ഇല്ല വെള്ളിയില്ല. പിന്നെ എന്ത് ചെയ്യും? ഈ ഒരു കാര്യം ഇനി അവൾക്ക് ഒരു ആയത്ത് പഠിപ്പിച്ചു കൊടുക്കാം. അപ്പൊ അയാൾ എന്താ പഠിപ്പിച്ചു നിർത്തുന്നത്? അത്വലാഖു മർറതാൻ എന്ന് പറഞ്ഞതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞു, പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അല്ലാത്തീനൊരു ഫാഹിഷത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള വാക്കൊന്നും കൊണ്ടുവരില്ലെന്ന്. ഇപ്പൊ ഒരാളെ ഹദറയ്ക്ക് ഉദാഹരണം പറഞ്ഞാൽ ഹദറൽ മൗത്ത്. പിന്നെ അത് പഠിച്ചത് അവിടെ ഏത് അവിടെ ഹിഫ്ലാക്കിയ സ്ഥലമാണ്, അതുകൊണ്ടാണ് ഓർമ്മ. ഹദറയാ? ഇതാ ഹദറൽ മൗത്ത്. ഇതാ ഹദറ അഹദകുമുൽ മൗത്ത് എന്നാണ്. നിങ്ങളിൽ അങ്ങനെയല്ലേ? ഇതാ ഹദറൽ മൗത്ത് എന്ന് പഠിച്ചായിരുന്നു. ഹദറ മൗത്ത് ഹദീസാണ്. അല്ല, ഹദറൽ മൗത്ത് അതാ ഹദീസ് പറയും, ഞാൻ കേൾക്കട്ടെ, മനസ്സിലങ്ങനെ വരുന്നില്ല. ഹദീസ് ഇവിടുന്ന് സനാവ് മുതൽ ഹദറ മൗത്ത് വരെയുള്ള അത് വേറെ, അത് ഹദറ മൗത്ത് സ്ഥലത്തിന്റെ പേരാണ്. ആ ഹദറ അപ്പൊ പട്ടണം എന്നുള്ള അർത്ഥം ഉണ്ടോ? അല്ലല്ല, ഹദറ മൗത്ത് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഹദറ മൗത്ത് ആ അതായിരിക്കും. അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. ആ ഏതോ ഹദറ മൗത്ത് കേട്ടിട്ടുണ്ട്. അത് വേറെ. അത് ഹദറ യഹ്ദു പറയുമ്പോൾ നിങ്ങൾ അതിൽ നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ മൈൻഡ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹദറ യഹ്ദുറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർക്ക് ചെയ്യേണ്ടിരുന്ന ഇതാണ്. ഇതാ ഹദറ അഹദകുമുൽ മൗത്തു ഒരാൾക്ക് മരണം ആസന്നമായാൽ. അങ്ങനെ. അതേസമയത്ത് ഹദറ മൗത്ത് എന്ന് പറയുന്നത് എന്താണ്? മീൻസ് ഹദറ മൗത്ത് എന്ന് പറയുന്നത് വേറെയാണ്. കാരണം ഹദറ മൗത്ത് എന്ന് പറയുന്നത് ഉറക്കമാണ്, മൗത്തിന്റെ കൂടെ ചേർന്നാണ് വരിക. അത് ഹദറ വേറെ മൗത്ത് വേറെ അല്ല വരിക. ഹദറ മൗത്ത് എന്ന് പറയുമ്പം മരണമാസനായ സ്ഥലം എന്നല്ല, ഹദറ മൗത്ത് എന്ന സ്ഥലമാണ്. ഐ ആം ഗോയിങ് ടു ദി റിയാദ് എന്ന് പറഞ്ഞാൽ ഐ ആം ഗോയിങ് ടു ദി ഗാർഡൻസ് എന്ന് ആരെങ്കിലും പറയും? ഓക്കെ. ഖലഖ യഖ്ലുഖു എന്ന ക്രിയാധാതു വേണമെന്ത്? ഖലഖ യഖ്ലുഖു എന്ന ക്രിയാധാതു നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി പറയുന്നു. അത് ഫായില്, അത് ഇസ്മുൽ ഫായിലാണ്. ഖലഖ യഖ്ലുഖുന്റെ ക്രിയാധാതുവാണ് ഖൽഖ്. ഖുലുഖ് വേറെയാണ് കേട്ടോ. ഖൽഖാണ്. ഖലഖ യഖ്ലുഖു ഖൽഖ്. ഖുലുഖ് എന്താണ്? സ്വഭാവമാണ്. ഖലഖ യഖ്ലുഖു എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു എന്നാണ്. അപ്പൊ ഖുലുഖ് വന്നതിന്റെ റൂട്ട് നമ്മൾ വേറെ പഠിക്കും.
അതിനാണ് അഖ്ലാഖ് ഫസ്റ്റ് പാഠത്തില് സൃഷ്ടിക്കൽ. ഫസ്റ്റ് പാഠത്തില് പഠിച്ചിട്ടുണ്ട്. ക്രിയാധാതു ഖലഖുൻ. ഫസ്റ്റ് പാഠത്തിൽ എന്താ ഹുലുക്ക് പഠിച്ചായിരുന്നു? ഹുലുക്ക് പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഇതിലത്തെ ഫസ്റ്റ് പാഠത്തില് ഈ നമ്മളെ സെക്കൻഡ് ഇതില് ഫസ്റ്റ് പാഠം ഹുൽക്കിന്റെ ബഹുവചന അഖ്ലാഖ് അല്ലേ? ഖൽഖ് എന്ന് പറഞ്ഞ സൃഷ്ടി എന്നാണോ അർത്ഥം? ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പ് അല്ലെങ്കിൽ സൃഷ്ടി. ഖൽഖ് എന്ന് പറഞ്ഞാൽ സൃഷ്ടി എന്ന് പറയാം, സൃഷ്ടിപ്പ് എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ലറബ യദ്രിബുവിന്റെ ക്രിയാധാതു എന്താ? ലാർബ്. ലാർബ് ലാർബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? അടിക്കൽ. അടിക്കൽ എന്ന് പറയാം, അടി എന്ന് പറയാം. ഓക്കെ, അടിക്കുക എന്ന പ്രക്രിയക്ക് അടി എന്ന് പറയാം എന്ന് പറയും. അതേപോലെ തന്നെ അടിക്കൽ എന്ന് പറയാം. അതേപോലെ ഉയർത്തൽ. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ ചെയ്തു വെക്കേണ്ടതെന്ന് പറഞ്ഞാല് ക്രിയാധാതുക്കൾ ഒരേ ഇനത്തിൽ വരുന്ന ക്രിയാധാതുക്കൾ പുസ്തകത്തിന്റെ നമുക്ക് സ്ഥിരമായിട്ട് സൂക്ഷിക്കുന്ന ഒരു പുസ്തകമാണ്, റെഫറൻസ് പുസ്തകമാണ്. പുസ്തകം ഈ പാഠപുസ്തകം പഠിക്കുന്നതിന്റെ രണ്ടാം ഭാഗം പഠിക്കുന്നതിന്റെ നോട്ട്ബുക്ക് വേറെ, അത് മാത്രമല്ല പെർമനന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബുക്ക് വേറെ വെച്ചു. അത് നമുക്ക് എപ്പോഴും ഇത് റെഫർ ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ നമ്മൾ ഇതിലങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ക്രിയാധാതു ഒരേപോലെയുള്ള പല ക്രിയകളും പഠിക്കും. ക്രിയാധാതു ഒരേപോലുള്ള ക്രിയകൾ ഒരു സ്ഥലത്ത് ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് എന്ത് ചെയ്യണം? നോട്ട്ബുക്ക് എടുത്ത് നമ്മൾ ഫേസ് ടു ഫേസ് അടുക്കണം. ടെക്സ്റ്റ് ബുക്കില് ഹവറാന്ന് മാത്രമേ ഉള്ളൂ, യാതൊന്നുമില്ല ഇതില്. നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ അതൊന്നുമില്ല. നിങ്ങളുടെ ബുക്കിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. ഞാൻ പറഞ്ഞു തന്നാണ് വിചാരിച്ചോളൂ. അപ്പൊ ക്രിയാധാതു ഒരേപോലെയുള്ള എന്ത് ചെയ്യണം? നമുക്ക് നോട്ട്ബുക്ക് എടുത്തിട്ട് രണ്ട് സൈഡും അതിനുവേണ്ടി വിട്ടേക്കണം. അപ്പൊ നമുക്ക് അവിടെ എഴുതി വെക്കാം. ക്രിയാധാതു ഒരേപോലുള്ള ക്രിയകൾ അവിടെ എഴുതി വെക്കാം. അപ്പൊ ക്രിയാധാതു ഒരേപോലുള്ളത് ഇങ്ങനെ വായിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഹുദൂർ വേണമെങ്കിൽ ഹുദൂർ പോലുള്ള ക്രിയാധാതു പോലുള്ള വേറെ വാക്ക് ഏത് പഠിച്ചു നമ്മൾ? ഹൽക്ക് പോലെയുള്ള വേറെ വാക്ക് പഠിച്ചിട്ടുണ്ട്. ഹൽക്ക് പോലെയുള്ള ഫത്തഹുൻ. ടൈം ഓവർ ആയതുകൊണ്ട് ആർക്കും മൈൻഡ് വർക്ക് ചെയ്യില്ല. ഇപ്പൊ പഠിച്ചു ദഖലയുടെ ക്രിയാധാതു ഹുദൂർ പോലെയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ പേജിൽ എഴുതിയിരിക്കണം. ക്രിയാധാതുക്കൾ സാമ്യമുള്ള സാദൃശ്യമുള്ള ക്രിയാധാതുക്കൾ എന്ന് പറഞ്ഞിട്ട് ഓരോ അപ്പൊ ഈ രണ്ട് പേജ് ഓരോ ഇനത്തിനും പറ്റും, ഓരോ ഇനത്തിനും. അല്ല അവിടെ ഇങ്ങനെ കുറെ എഴുതിണ്ട, പത്ത് പേജിൽ എന്തായാലും എഴുതാണ്ട. UK പഠിച്ചവർക്ക് അവിടുന്ന് എടുത്താൽ മതി. അവിടുന്ന് എടുക്കാം. UK പഠിച്ചത് അവിടുന്ന് എടുക്കാം. നമ്മൾ ഇതിൽ പഠിക്കും. അപ്പൊ ഇതിൽ പഠിക്കാത്ത വാക്ക് ഇതിൽ പഠിക്കും, ഇതിൽ പഠിക്കാത്ത വാക്ക് അതിൽ പഠിക്കും. അപ്പൊ ഈ പേജ് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യാം. മൂന്നാം ഭാഗത്തിലൊക്കെ ഇതിന് കുറെ വർക്ക് വരുന്നുണ്ട്. അപ്പൊ ഇപ്പോഴേ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാല് ബാക്കി ആഡ് ചെയ്താൽ മതി. ഇവിടെ നിന്ന് പഠിക്കും, ബാക്കി ആഡ് ചെയ്യാം. അപ്പൊ നമുക്ക് റെഫർ ചെയ്യാൻ എളുപ്പമുണ്ട്. അതേപോലെ അഹ്സൻത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? യു ഡിഡ് വെൽ എന്ന അർത്ഥത്തിലാണ് അഹ്സൻത ഉപയോഗിക്കുന്നത് കേട്ടോ. അഹ്സൻത യു ഡിഡ് വെൽ മീൻസ് വെൽ ഡൺ എന്ന് നമ്മൾ പറയുമല്ലോ. വെൽ ഡൺ, നമ്മൾ ഒരാളെ ആശംസിച്ചില്ല, വെൽ ഡൺ എന്ന് പറയും. തമാം എന്ന് പറഞ്ഞാല് എക്സാക്ട്ലി എന്ന അർത്ഥത്തിലാണ്. തമാം പൂർണ്ണം എന്നാണ്, മീൻസ് എക്സാക്ട്ലി എന്ന അർത്ഥത്തിലാണ് തമാം പറയുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ തമാം എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി, ഇത്രേ ഉള്ളൂ. അതേസമയം ഒരാളെ നമ്മൾ ആശംസിക്കുകയാണ്, ഒരാളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ പറയാ? ഒരാൾ നന്നായിട്ട് ചെയ്തു, ഒരു നന്നായി പെർഫോം ചെയ്തു. ഇപ്പൊ എന്ത് പറയുന്നു? വെൽ ഡൺ എന്ന് പറയും. റന്നെ എറിഞ്ഞു, റനീൻ. റനീൻ എന്താ അർത്ഥം? റന്നെ എറിഞ്ഞു, റിങ് ചെയ്തു, മുഴങ്ങി. നമ്മൾ പണ്ട് പറഞ്ഞത് റന്നല്ല, ഈ പാഠത്തിൽ തന്നെ പറഞ്ഞു. റന്ന എറിഞ്ഞു, റന്നൽ ജറസു, എറിഞ്ഞുൽ ജറസു എന്നൊക്കെ പാഠത്തിൽ വന്നിട്ടുണ്ട്. ബെല്ലടിച്ചു, ബെല്ല് മണി മുഴങ്ങി.
റന്നൽ ജറസു എന്ന് പറഞ്ഞാൽ മണി മുഴങ്ങിയെന്ന, അടിക്കുന്നില്ല. ലറബൽ ജറസു എന്നല്ല. അത് നമ്മൾ പറയുമ്പോൾ തെറ്റിപ്പോകുന്നില്ല. ബെല്ലടിച്ചു എന്ന് പറഞ്ഞാൽ ബെല്ലിന് ആരോ ദുഃഖത്തിൽ ജറസു എന്നാ പറയുക. അങ്ങനെയാണെങ്കിൽ അങ്ങനെയല്ല. റന്നൽ ജറസു എന്ന് പറഞ്ഞാൽ എറിഞ്ഞു ചെയ്തു. എറിഞ്ഞുൽ ജറസു, മണി മുഴങ്ങുന്നു. റനീനാണ് മുഴക്കം. ഓക്കെ. അപ്പൊ ഈ പാഠം നമ്മൾ ഭംഗിയായിട്ട് തീർത്തിട്ടുണ്ട്. നമ്മൾ എക്സസൈസ് ഒന്നും വായിക്കാതെ വിട്ടിട്ടില്ല, നന്നായിട്ട് വായിച്ചിട്ടുണ്ട്. എക്സസൈസ് വായിക്കുന്നതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സമയം എടുക്കുന്നത്. ഇന്ന് ശരിക്കും 3/4 മണിക്കൂർ ക്ലാസ് എന്നാ പറയുന്നത്. 8 തുടങ്ങി 9:30 നിർത്തുമെന്നാ പറയുന്നത്. പടത്തിന് നടക്കുള്ളൂ. നമ്മൾ എഴിഞ്ഞാണ് പോകുന്നത്. ഓക്കെ ആണോ? ഈ പാഠത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പാഠത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എഹ്സാൻ, ഖലീല, മാഡം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാഡത്തിന്റെ പേര് ഇപ്പോഴാണ് കാണുന്നത്. നമ്മൾക്ക് ഖലീലെ പോലുള്ള എന്താ പറയേണ്ടത്, മുതിർന്ന സീനിയർ സിറ്റിസനും ഉണ്ട്, അതേപോലെ എഹ്സാനെ പോലുള്ള ജൂനിയർ സിറ്റിസൻസും ഉണ്ട്. എല്ലാവരും പരിഗണിക്കുക. അതുകൊണ്ട് എഹ്സാനാണ് ചോദിക്കുന്നത്. ഈസാൻ മനസ്സിലായോ? എന്താണ് ഡൗട്ട് ഉണ്ടോ? ഇന്നത്തെ ക്ലാസ് കുഴപ്പമില്ല. ഓക്കെ, ഇന്നത്തെ പോലെ എന്നും ആയിക്കോട്ടെ. ജസാക്കുമുല്ലാഹ് ഖൈർ. വയ്യാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷ പഠിക്കുകയും അറബി ഭാഷ ഖുർആനുമായിട്ട് കണക്ട് ചെയ്ത് അതുമായിട്ട് ബന്ധപ്പെടുത്തി. എന്നാൽ രണ്ടും ഉപയോഗപ്പെടും. അറബിയും അങ്ങനെയാണെങ്കിൽ അറബിയും ഉപയോഗപ്പെടും, ഖുർആനും ഉപയോഗപ്പെടും. ഇതിന് കിട്ടാത്ത വാക്ക് നമുക്ക് ഖുർആനിൽ നിന്നും കിട്ടും. ഖുർആൻ എടുത്ത് വായിച്ചു നോക്കിയാൽ നമുക്ക് അറിയുന്ന ഒരുപാട് വാക്കുകളുണ്ടാവും. അതിലറിയാത്ത വാക്കുകൾ ഒരുപാട് ഇതിനകത്തുണ്ടാവും. ഇതിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ കുറെ വാക്കുകളുണ്ട്, ഈ അറിയുന്ന വാക്കുകളുണ്ട്, അതിൽ കുറെ അറിയുന്ന വാക്കുകൾ. രണ്ടും കൂടെ ആയപ്പോഴത്തേക്കും നമ്മുടെ ലാംഗ്വേജ് സമ്പുഷ്ടമായി. ഞങ്ങോട്ട് വെള്ളത്തിലിറങ്ങി നീന്തുക മാത്രമേ വേണ്ടിയുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലൽ ലിഖാഇ ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി